സാത്വിക പെരുമാറ്റത്തിലേക്ക് എത്തുന്നത് ഏതൊരു ആഹാരത്തിലൂടെയാണോ ഇന്ദ്രിയ ശക്തികൾ സാത്വികമായി വരുന്നത്, ആ ആഹാരത്തിന്റെ നിയമമാണ് പറഞ്ഞത്. ആ ആഹാരം കഴിച്ചാൽ അതിന്റെ സൂക്ഷ്മ ഭാവമാണ്, അതായത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, കഴിക്കുന്ന ആഹാരം, ഇതിന്റെ സൂക്ഷ്മാംശമാണ് മനസ്സ്. ഒരുവന്റെ മനസ്സ് സാത്വികമാകാൻ ആഹാരം ശ്രദ്ധിക്കണം. രാജസമാകാൻ കടു, അമ്ല, ലവണ, തീഷ്ണ, അത്യുഷ്ണ വിദാഹിന, ശരിയല്ല, ആഹാര രാജസ ശ്രേഷ്ഠ. അത് ദുഃഖം, ശോകം, ഭയം ഇവയെ തരും. അപ്പൊ ദുഃഖവും ശോകവും ഭയവും തരുന്നത് രാജാവല്ല. ദുഃഖവും ശോകവും ഭയവും തരുന്നത് ചുറ്റുപാടുകളല്ല. ഗീത പഠിക്കാൻ തുടങ്ങിയിട്ടും പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടും ഇത്രയും കാലമായി. സ്വാമി എന്താ ദുഃഖിച്ചിരിക്കുന്നത്? അവൻ എന്നെ ചീത്ത വിളിച്ചു. ശരിയല്ല. സ്വാമിക്ക് എന്താ ഈയിടെയായിട്ട് വല്ലാത്ത ദുഃഖം കാണുന്നല്ലോ, അതൊരു പ്രശ്നം വളരെ സങ്കീർണമായി ഉണ്ടായി. അപ്പൊ ഇത് പഠിപ്പിക്കുന്ന ആളും പറയുന്നത് ചുറ്റുപാടുകൾ ശരിയല്ലെന്നാണ്. അല്ല, സ്വാമി ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദുഃഖവും ശോകവും ഭയവും പ്രദാനം ചെയ്യുന്ന ആഹാരം കടു, അമ്ളം, ലവണം, തീഷ്ണം, അത്യുഷ്ണം, വിദാഹി ആയ ആഹാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാമിയാർ അതൊക്കെയാണോ ഇപ്പൊ കഴിക്കുന്നത്? അതൊന്നും നമ്മെ ബാധിക്കില്ല. മനസ്സിലായില്ല? ശരിയല്ല. ഇത്തരം ആഹാരങ്ങളുടെ കഴിപ്പൊന്നും ബാധിക്കില്ല. കാരണം ജ്ഞാനമാർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആഹാരമൊന്നും ബാധിക്കില്ല, എന്തും കഴിക്കാം എന്ന് സ്വകപോല കൽപ്പിതമായ വ്യാഖ്യാനത്തെ ലോകത്തിന് നൽകുമ്പോൾ ഭഗവത്ഗീതയുടെ 3-ാം ശ്ലോകത്തിൽ അവശ്യമാണ് കർമ്മമെന്നും അത് പ്രകൃതിജ ഗുണങ്ങളാലാണെന്നും ആ ഗുണങ്ങളെ നിയന്ത്രിക്കുന്നത് ആഹാരമാണെന്നും അതിൽ നിന്നാണ് ശ്രദ്ധാത്രയങ്ങൾ ഉണ്ടാകുന്നതെന്നും അതിൽ നിന്നാണ് വ്യക്തിത്വം രൂപാന്തരപ്പെടുന്നതെന്നും അതുകൊണ്ട് ഈ ആഹാരത്തെ രൂപപ്പെടുത്തിയാൽ മര്യാദയ്ക്കാകാമെന്നും ഒക്കെ പറയുമ്പോൾ ഗീത പ്രായോഗികതയിലും സൈദ്ധാന്തികതയിലും സുവ്യക്തമായ നിലപാടുള്ള ഗ്രന്ഥമാണ്. നീ കഴിച്ച ആഹാരമൊക്കെ രാജസങ്ങളാണ്. അതുകൊണ്ടാണ് ഈ യുദ്ധക്കളത്തിൽ ദുഃഖക്കളം ഉണ്ടാക്കി നീ ദുഃഖിക്കുന്നത്. ദുഃഖക്കളമാണ്. മനസ്സിലായില്ല? നിന്റെ ദുഃഖങ്ങൾക്കൊക്കെ കാരണം നിന്റെ ആഹാരമാണെന്നർത്ഥം. എത്ര രുചിയാണ് കാര്യം എന്ന് ആലോചിച്ച് നോക്കുക. ഇതിന് വേറെയുള്ള കാടും പടലും എല്ലാം വെട്ടിപ്പറിച്ച് തിന്ന് ഗീതയൊക്കെ എനിക്കറിയാമെന്ന് ഭാവിച്ച് 2 ശ്ലോകവും ഇടയ്ക്കൊന്ന് ചൊല്ലി, അല്ലേ, കർമ്മണ്യേ വ്യാധികാരത്തെ, എന്നിട്ട് സ്റ്റേജിലിരിക്കുന്ന മറ്റേ ആളിനോടിക്കും ബാക്കി എന്തോ. അങ്ങനെയല്ല. ഇങ്ങനൊരു ലോകമാണ് നമ്മളിപ്പോ കാണുന്നത്. ശരിയല്ലെന്ന് ആലോചിച്ച് നോക്ക്. എന്റെയൊക്കെ പണിയാ ഞാനീ പറഞ്ഞു, നിങ്ങളുടെ പണിയല്ല. അപ്പൊ നിങ്ങളുടെ പണി എന്തായി? എന്റെ പണി ഇതാണ്. എന്താ ചിരിക്കുന്നത്? നീ വരെ ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണല്ലോ. അപ്പോ
ഇവിടെയാണ് വളരെ ക്ലിയറായി പറയുന്നത്. അപ്പോൾ ആ ശ്ലോകം നോട്ട് ചെയ്ത് വെച്ചാൽ, ഇതിനോടൊപ്പം നോട്ട് ചെയ്താൽ, ഗീതയിൽ തന്നെ ഇതിൻ്റെ ഒരു പരമ്പരയുണ്ട്. 14-ാം അധ്യായം മുഴുവൻ അവിടെ ഗുണത്രയങ്ങളെ പറയുന്നുണ്ട്. പതിനാറിൽ ദേവാസുര സമ്പത്ത് മുഴുവൻ പറയുന്നുണ്ട്. ഈ ഗുണത്രയത്തെ അവലംബിച്ചാണ് ദൈവീ സമ്പത്തിയും ആസുരീ സമ്പത്തിയും വരുന്നത്. അസു പ്രാണഹ, പ്രാണരതി, ദേവരതി ഇന്ദ്രിയങ്ങളിൽ. ഈ ഇന്ദ്രിയങ്ങളിലും പ്രാണനിലുമുള്ള രതി, പ്രാണനിൽ രതി വരുമ്പോൾ പൂർവ അനുമാനങ്ങൾക്ക് പ്രസക്തി വരും. ഇന്ദ്രിയങ്ങളിൽ രതി വരുമ്പോൾ വർത്തമാന ദൃശ്യങ്ങളുമായി പൊരുത്തപ്പെടും. ഇങ്ങനെ രണ്ട് ലോകങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വർത്തമാന സംഭവങ്ങളെ എത്രത്തോളം പ്രാണൻ പൂർവജന്മാർജിതങ്ങളായ കർമ്മങ്ങളെ കൊണ്ട് രൂപാന്തരപ്പെടുത്തുന്നുവോ അത്ര കണ്ട് പിടിവാശി നമുക്കുണ്ടാവും. അപ്പൊ ദേവനോ അസുരനോ ഒന്നും വെളിയിലല്ല, ഇതൊക്കെ ഈ കർമ്മങ്ങളിലാണ്. ആ വിഭാഗം അവിടെ പറഞ്ഞിട്ടുണ്ട്, ദേവാസുര സമ്പത്ത് വിഭാഗയോഗം. ശ്രദ്ധാത്രയത്തിലേക്ക് വന്നാൽ യജ്ഞം, ദാനം, തപസ് എല്ലാം വർണ്ണിക്കുന്നുണ്ട്. സാത്വികയായിട്ടുള്ള ഏതുതരം യജ്ഞമാണ് സാത്വികം, ഏതുതരം ദാനമാണ് ദീയതേ അനുപകാരിണേ ദേശേ കാലേജ പാത്രേജ തദ്ദാനം സാത്വികം മതം. എല്ലാ ദാനവും സാത്വികമല്ല. അപ്പൊ ദാനം, യജ്ഞം, ആഹാരം ഇതൊക്കെ സാത്വികമായവനിൽ നിർഭയത്വവും സത്യസങ്കല്പങ്ങളുമൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും ഇല്ലാതെ ജീവിച്ച് യുദ്ധക്കളത്തിലേക്ക് എത്തിയിട്ട് ആ നിലയൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചാൽ എൻ്റെ പൊന്നു മക്കളെ കിട്ടില്ല എന്നാണ് ആ പറഞ്ഞിട്ടുണ്ടാവും. ഇതിന് നീ പണിയെടുത്തിട്ടുണ്ടോ? ഇല്ല. നീ എന്തോ ഇത് എന്നും കുടിക്കുമൊക്കെ ഓടി നടന്നു. അന്ന് ആലോചിച്ചോ ഇതിങ്ങനെയാണെന്ന്? ഇല്ല. അതുകൊണ്ട് നിനക്കിത് തിരിച്ചിട്ടില്ല. വളരെ പച്ചയായിട്ട് പറയാം. നീ പണ്ഡിതന്റെ മാതിരി പറയാ അത് ഇന്ദ്രിയങ്ങളുടെ ലോകത്ത് അത് നല്ലതാണെന്നൊക്കെ തോന്നാൻ ഇന്ദ്രിയങ്ങൾ മതി. അതുകൊണ്ടൊന്നും മനസ്സ് സമ്മതിക്കൂല. മനസ്സ് നിന്റെ സാത്വികമല്ല. അതുകൊണ്ട് ഇത് വളരെ പച്ചയായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. വളവും പുറവും ഒന്നും അതിനില്ല. ഋജുവായിട്ട് കാര്യകാരണ പടലങ്ങളെ വസ്തുനിഷ്ഠമായി അപഗ്രഥിക്കുമെങ്കിൽ ഒരാളും ഒരു ക്ഷണനേരം പോലും അകർമ്മണ്യനായില്ല. നമ്പർ 1. നമ്പർ 2, പ്രകൃതിജ ഗുണങ്ങളായ സത്വരജസ്തമോ ഗുണങ്ങളാൽ അവശനായിട്ടാണ് ജീവികൾ കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് കർമ്മത്തിന്റെ ഭാഗധേയങ്ങളിൽ ജീവികളുടെ ഉത്തരവാദിത്വം എന്നൊന്ന് ഇല്ല. ഓരോ കർമ്മവും എടുത്തു നോക്കിയാൽ കർമ്മത്തിന്റെ വാചിക മേഖല, കർമ്മത്തിന്റെ മാനസിക മേഖല, കർമ്മത്തിന്റെ കൈങ്കര്യ മേഖല എന്ന് 3 ഉണ്ട്. കർമ്മത്തിന് 3 മേഖലകളാണ്. 1 കർമ്മം അതിന്റെ മാനസിക തലം, 2 കർമ്മം അതിന്റെ വാചിക തലം, 3 കർമ്മം അതിന്റെ കർമ്മതലം, കൈങ്കര്യതലം. നിങ്ങൾ സങ്കല്പിക്കുന്നു ഒരു കർമ്മം ചെയ്യാൻ, നിങ്ങൾ പുറത്തേക്ക് ആ സങ്കല്പങ്ങൾ പറയുന്നു.
നിങ്ങളത് ചെയ്യുന്നു. 3 അവസ്ഥയാണ് ഏത് കർമ്മവും. 3 ഒരുപോലെയാകുന്ന മേഖലകൾ ഏതൊക്കെയുണ്ട് വിദ്യാഭ്യാസം കഴിഞ്ഞ്? 3 മേഖലയും ഒരുപോലെയാകുന്ന തലം എത്രയുണ്ട്? ഡോക്ടർ ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കാൻ പോകുമ്പോൾ ആ രോഗത്തെയും രോഗിയുടെ നിലയെയും അതിൻ്റെ പ്രോഗ്നോസിസിനെയും അതിൻ്റെ ഡയഗ്നോസിസിനെയും ഒക്കെ വർത്തമാന സംഭവങ്ങളിൽ നിന്ന് പഠിച്ചത് അതുപോലെ സങ്കല്പിക്കുകയും അതുപോലെ തന്നെ രോഗിക്ക് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ മരുന്നെടുത്ത് കൊടുക്കുകയുമാണോ ചെയ്യുന്നത്? ഒരു എഞ്ചിനീയർ അയാളുടെ മനസ്സിൽ വയ്ക്കുന്ന പ്ലാൻ, അയാൾ വരയ്ക്കുന്ന പ്ലാൻ, അതിനെ വിശദീകരിച്ച് വീട്ടുകാർക്ക് കൊടുക്കുന്ന രീതി, അത് കഴിഞ്ഞ് അത് വയ്ക്കുമ്പോൾ ഉള്ള രീതി ഒന്ന് തന്നെ ആയിരിക്കുമോ? മാറ്റമുണ്ട്. ഇപ്പൊ ലോകത്തിലെ എല്ലാ കർമ്മത്തിനും ഈ 3 തലമുണ്ട്. ഈ 3 തലങ്ങളും ഭിന്ന ഭിന്നങ്ങളായിരിക്കുമ്പോൾ ആന്തരികമായ സംഘർഷം എത്രയായിരിക്കും മനുഷ്യജീവന്റെ? 3 മേഖലയിലും അവന് പിടിയില്ലെങ്കിൽ, അവൻ സ്വതന്ത്രനല്ലെങ്കിൽ, അവൻ അസ്വതന്ത്രനാണെങ്കിൽ, എൻ്റെ സങ്കല്പതലത്തിൽ പങ്കുവഹിക്കുന്ന സമയത്തെ എൻ്റെ ഗുണവും, ഞാൻ അതിനെ വാക്കുകളിലൂടെ പറയുമ്പോഴുള്ള എൻ്റെ ഗുണത്തിൻ്റെ തലവും, ഞാൻ അതിനെ ചെയ്യുമ്പോഴുള്ള എൻ്റെ ഗുണത്തിൻ്റെ തലവും നിരന്തരമായി മാറിപ്പോകുന്നുണ്ടോ? ഇങ്ങനെ ഡെപ്തുള്ളൊരു പഠനമാണ് ഇവർ വയ്ക്കുന്നത്. അല്ല നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്ന പോലെ ലോകത്തൊക്കെ കാണുന്ന പോലെ ഒരു കാര്യങ്ങളും ഉദാഹരണങ്ങളും ഒന്നും അല്ല അവർ വയ്ക്കുന്നത്. ഒരു കർമ്മത്തിന്റെ മേഖലയെ എടുത്ത് അപഗ്രഥിച്ചാൽ കർമ്മത്തിന് ഈ 3 മേഖലയുണ്ട്. അത് സമ്മതമാണ്. അതിന്റെ വൈയക്തിക തലം, അതിന്റെ വാചിക തലം, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന തലം, അതിന്റെ അനുഭവ തലം, ഇങ്ങനെയും വേണമെങ്കിൽ പറയാം. ഒന്നാമത്തത് അത് വൈയക്തിക തലത്തിലാണ് രൂപാന്തരപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ അന്തരംഗത്തിലാണ് ആദ്യമായി കർമ്മം രൂപാന്തരപ്പെടുന്നത്. അതിനെ വാക്കുകളിലൂടെ സാമൂഹിക തലത്തേക്ക് വയ്ക്കുന്നു. മൂന്നാമത് അതിനെ അനുഭവപ്രധാനമായ ലോകത്തേക്ക് പ്രായോഗികമായി വയ്ക്കുന്നു. ഈ 3 തലങ്ങളുണ്ട്. ഇങ്ങനെ 3 തലങ്ങളുണ്ടെന്ന് പോലും വിദ്യാഭ്യാസത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 3 തലങ്ങളുണ്ട് കർമ്മമേഖലയ്ക്ക്. എല്ലാ കർമ്മത്തിനും ഉണ്ട്. ഒരു കറിക്ക് ഉപ്പിടുന്നതിൽ പോലും മനസ്സിന്റെ ഒരു തലമുണ്ട്, വാക്കിന്റെ ഒരു തലമുണ്ട്. മോളെ ഞാനത് ഉപ്പിട്ടോ എന്നറിയില്ല, അല്ലെ ഉപ്പിട്ടു, അല്ലെങ്കിൽ ഉപ്പിട്ടത് തികയുമോ എന്ന് സംശയമുണ്ട്, ആ കഷ്ണം ഞാൻ കണ്ടില്ലായിരുന്നു, അതും കൂടെ ചേർക്കുമ്പോൾ ഉപ്പ് തികയുമോ എന്നറിയില്ല എന്ന് പറയുന്നൊരു വാചിക തലമുണ്ട് കൂടെ പണിയുന്നവരോടൊപ്പം. ശരിയല്ല, ഏത് കർമ്മത്തിലുമുണ്ട്. ആ കറി കൂട്ടുമ്പോൾ ഒരു പ്രായോഗിക തലമുണ്ട്. ശരിയല്ല, ഈ 3 തലങ്ങളും സമഞ്ജസമായി വരുവാൻ വിദ്യ അനുവദിക്കുമോ? വിദ്യാഭ്യാസം ഇല്ലാത്ത കാലങ്ങളിൽ ഒരമ്മ കൈകൊണ്ട് വാരി കുറെ ഉപ്പങ്ങിടുന്നു. സങ്കല്പതലം, പ്രായോഗിക തലം, വാചിക തലം കൃത്യമായി പാകമാകുന്നു. ഇന്ന് നിങ്ങൾ അളന്നിടുന്നു, എന്നിട്ട് നിങ്ങൾ നക്കിയും നോക്കുന്നു, എച്ചില് വിളമ്പുന്നു, എന്നിട്ടും നേരെ ആകാതിരിക്കുന്നു. ശരിയല്ല. അപ്പൊ ജീവിതത്തെ ഒന്ന് കണ്ടു നോക്കുക, ശരിയല്ലെന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ കർമ്മമേഖലയിൽ ഈ 3 തലമുണ്ട്. ഈ 3 തലങ്ങളെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കഴിച്ച് രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന നിങ്ങളുടെ ആഹാരങ്ങളിൽ നിന്നുണ്ടായ നിങ്ങളുടെ പ്രാണന്റെയും മനസ്സിന്റെയും സത്വരജസ്തമോ ഗുണാംശങ്ങളിലാണ് എന്ന് ആചാര്യൻ പറയുന്നു.
താനല്ലേ ചോദിച്ച മാറ്റാൻ പറ്റുമോന്ന് അല്ലേ? ഇപ്പൊ മാറ്റാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? മാറ്റം വരുത്തുന്നത് കർമ്മരംഗത്തല്ല, വ്യക്തി അവന്റെ ഇന്ദ്രിയങ്ങൾ വഴി വിഷയലോകങ്ങളെ ആഹരിക്കുന്നിടത്ത് മര്യാദ പുലർത്തും. മാറ്റാൻ പറ്റില്ല, അതിനൊക്കെ മുമ്പേ മാറ്റണം. ഇനി അതിൽ നിന്ന് പുതുതായിട്ട് മാറ്റി അടുത്ത ശിക്ഷ വാങ്ങിക്കാതിരിക്കും, അത്രേ പറ്റും. അതിന് കാരണം നിങ്ങൾ 4 പ്രാവശ്യം പത്രത്തിൽ വായിക്കുന്നു, കള്ളൻ അവിടെ കയറി, കള്ളൻ ഇവിടെ കയറി, കള്ളൻ അങ്ങനെ ചെയ്തു, അവിടെ കട്ടു. അത് വായിക്കുമ്പോൾ നിങ്ങൾ ആഹരിക്കുന്നു, മനസ്സിലായില്ല? അപ്പൊ നിങ്ങൾ എവിടുന്നോ കൊണ്ടുവച്ചിരിക്കുന്ന കുറെ സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ഇനി അവിടെ കട്ടുവെന്നല്ല നിങ്ങളുടെ ബോധത്തിൽ കയറിക്കൂടുന്നത്, ആ സാത്വികമല്ലാത്ത രാജസവും താമസവുമായ ആഹാരം നിങ്ങളിൽ എത്തിയിരിക്കുന്നത് നിങ്ങളുടേത് കക്കുമെന്നാണ്. ഇനി നിങ്ങൾക്ക് ഉറങ്ങാനാവില്ല, മനസ്സിലായില്ല? നിങ്ങൾ അത് ആഹരിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാം. കട്ടുകൊണ്ട് പോയാലും ഉറങ്ങുന്നതാണ് സുഖം, മനസ്സിലായില്ല? ഇപ്പൊ നിങ്ങളുടേത് കട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഉറക്കമില്ല, ശരിയല്ല? ഇത്രയും ഉപകാരമേ നിങ്ങളുടെ വിദ്യാഭ്യാസവും പത്രവും തരുന്നുള്ളൂ. ദിവസേന 4 രൂപ കൊടുത്ത് വാങ്ങിച്ച് അസാത്വികങ്ങളായ ആഹാരമെല്ലാം കഴിച്ച് രോഗികളും അസ്വസ്ഥരും ഭയാശങ്കയുള്ളവരും ആകുലരുമായി തീരുന്നതിനാണ് നിങ്ങൾ ഈ കാശ് കൊടുക്കുന്നത്, മനസ്സിലായില്ല? അല്ലാതെ ഒരു ഉപകാരവും ഇവന്മാരെ കൊണ്ട് നിങ്ങൾക്കില്ല. ഇവന്മാരാകെ ലോകത്തിന് തരുന്നത് വല്ലവനും ഒക്കെ കാണിച്ചു കൂട്ടിയ കുഴപ്പത്തിലാണ്. അവിടെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു, ഇവിടെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നെല്ലാം എഴുതി പിടിപ്പിക്കുമ്പോൾ ഒരു സ്ത്രീ വണ്ടിയിൽ കയറുമ്പോൾ എന്നെ പീഡിപ്പിക്കുമോ എന്ന് സംശയിച്ചും എന്നെ പീഡിപ്പിക്കണേ എന്ന് ഇന്ദ്രിയങ്ങളിലൂടെ ആഗ്രഹിച്ചും, മനസ്സിലായില്ല? പിന്നല്ലാതെ സ്ത്രീകൾ പത്രം വായിക്കുമ്പോൾ ആ പീഡിപ്പിക്കുന്ന രംഗമൊക്കെ കോശത്തിൽ ഭാവന ചെയ്യുന്നില്ലേ? ശരിയല്ല? നിങ്ങൾ സ്ത്രീകൾ വെറുതെ പത്രം വായിക്കും, അതിന്റെ വികാരം കൊള്ളില്ലേ? സ്വാഭാവികമായി ഒരുത്തൻ പീഡിപ്പിച്ചു എന്ന് വായിക്കുമ്പോൾ അതിന്റെ ഡെപ്ത് ഡീറ്റെയിൽസിലേക്ക് അതിന്റെ ഹെഡിങ് മാത്രം വായിച്ച് താത്തു വെക്കുവോ, അതല്ല ഉടനെ അടുത്ത ഭാഗം വായിക്കുവോ? സത്യം പറ. വായിക്കുമ്പോൾ നിങ്ങൾ എന്തോ വായിക്കുന്നത്? പീഡിപ്പിക്കുന്നവൻ എങ്ങനെയാണ് പിടിച്ചത്, എങ്ങനെയാണ് വലിച്ചത്, എങ്ങനെയാണ്, ശരിയല്ല? അത് നിങ്ങൾ അനുഭവിക്കുമോ? ഭാവനയിൽ അനുഭവിച്ച അനുഭവമുള്ള നിങ്ങൾ അത്തരമൊരവസ്ഥയിൽപ്പെട്ടാൽ എന്നെ പീഡിപ്പിച്ചതിന്റെ അനുഭവങ്ങൾ ഇവനെ കാണുമ്പോഴേ ഓർമ്മ വരുമോ? അത് നിങ്ങളുടെ കോശങ്ങളിൽ നിന്നുണ്ടാക്കുന്ന തരംഗങ്ങൾ. അതുപോലെ വായിച്ച് അവനും വന്ന് നിൽക്കുകയാണ്, മനസ്സിലായില്ല? അവനും വന്ന് നിൽക്കുകയാണ്. കാരണം അവനും ഇത് വായിച്ച്, പത്രവാർത്ത വായിച്ച് പീഡിപ്പിച്ച രംഗമൊക്കെ അനുഭവിച്ച് അതിന്റെ ആ തർജന പ്രക്രിയ പൂർണ്ണമാക്കി നിർത്തി അവൻ നേരെ മുമ്പിലും നിങ്ങൾ നേരെ മുമ്പിലുമാവുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ സ്വപ്ന ലോകങ്ങളിൽ ക്ഷണിക്കുമ്പോൾ കൃത്യമായി അവൻ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ഇത് എഴുതി പിടിപ്പിച്ച് നിങ്ങളെ പഠിപ്പിച്ച പത്രക്കാരൻ ജയിലിൽ പോകുന്നില്ല, പാവം അവൻ ജയിലിൽ പോകുന്നു, നിങ്ങൾ പീഡനമേക്കുന്നു. ഈ ഒരു ഉപകാരം മാത്രമാണ് വാർത്താ മാധ്യമങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. അത് അടച്ചു പൂട്ടിയാൽ ഈ നാട് നന്നാവും മനഃശാസ്ത്രപരമായി. യു കാൻഡ് അഗ്രി. കാരണം അതാണല്ലോ അറിവിന്റെ ഏക വഴി. കാരണം പത്രം എഴുതുന്നത് തന്നെ നിങ്ങളുടെ അറിവും വെളിച്ചവും ഞാനാകുന്നു. കാരണം നിങ്ങളുടെ സുപ്രഭാതങ്ങൾ, മലയാളത്തിന്റെ സുപ്രഭാതങ്ങൾ ഇങ്ങനെയുള്ള അറിവാണല്ലോ. ശരിയല്ല? ശരിയല്ല? ഇതൊന്നും നിങ്ങൾ ചിന്തിക്കില്ല. ഇതൊക്കെ പിള്ളേരെ കൊണ്ട് മുഴുവൻ വായിപ്പിക്കണേ. പിന്നെ രാവിലെ അച്ഛൻ വായിക്കണം, അമ്മ വായിക്കണം, എന്നിട്ട് പിള്ളേരെ കൊണ്ട് വായിപ്പിക്കണം. വായിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് ഇത് ചർച്ച ചെയ്യണം, മനസ്സിലായി?
അങ്ങനെ നിങ്ങളുടെ കുടുംബമൊക്കെ ഐശ്വര്യത്തിലെത്തുള്ളൂ. എന്നാലേ ഈ നാട് നന്നാവൂ. ഇത് നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പത്രക്കാരിരിപ്പുണ്ടാവും. നിങ്ങൾ ആകെപ്പാടെ ഉള്ള എല്ലാ പത്രവും വാങ്ങിച്ച് വായിക്കില്ലേ? നിങ്ങൾ മലയാളം വായിച്ച് തൃപ്തി വരാതെ ഇംഗ്ലീഷും മലയാളവും വായിച്ച് തൃപ്തി വരാതെ തമിഴ് അറിയില്ലെങ്കിലും പടം കണ്ട് വായിക്കാൻ തമിഴും വാങ്ങിച്ച് അല്ലേ? അന്ന് പത്രത്തിൽ എഴുതിയിരുന്നവർക്ക് വിവരം ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? അവർക്ക് പ്രതിബദ്ധത ഉണ്ടായിരുന്നു സമൂഹത്തോട്. ഇന്നതില്ല. ഇന്ന് മതങ്ങൾക്കോ പത്രങ്ങൾക്കോ ഭരണാധികാരികൾക്കോ സന്യാസിമാർക്കോ അച്ഛനമ്മമാർക്കോ മക്കൾക്കോ ഒന്നും ആരോടും ഒരു പ്രതിബദ്ധതയില്ല. ഒരു നെട്ടോട്ടത്തിലാ. അതിനിടയിൽ അവൻ ചിന്തിക്കുന്ന പോലുമില്ല കർമ്മമേഖലകളെ. അത് ചിന്തിക്കുന്ന ഒരു രംഗം വന്നുകൊണ്ട് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വായിക്കാവുന്ന ഇരിക്കരുത്. നിങ്ങൾ വായിക്കണം. കാരണം വായിച്ചില്ലെങ്കിൽ എങ്ങനെയാ ശരിയാകുന്നത്? ഞങ്ങളുടെ വാർത്തയൊക്കെ ഉണ്ടാവില്ലേ? വായിച്ചു വളരണം. വായിച്ചു വരളണം. ചെറിയ മാറ്റമേ ഉള്ളൂ. ആഹാരത്തിന്റെ പരിണാമമാണ് ചിന്ത. ആ ചിന്ത വീണ്ടും ചിന്തിക്കുമ്പോൾ അതിന്റെ പരിണാമവും കൂടി ചിന്തയിൽ ചേരും. അതും ആഹാരമാണ്. മനസ്സിലായി നേരിക്കുന്നു. ആദ്യം ആഹാരം, അതിൽ നിന്ന് ചിന്തകൾ. ചിന്തിക്കുമ്പോൾ മനസ്സിന് അതും ഒരു ആഹാരമായി തീരും. ഞാനൊരു അല്പനേരം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഞാൻ കാണുകയാണ്. പുറത്ത് കണ്ട ഒരു കാര്യം അത് ആഹാരമായി, അതെന്റെ ചിന്തയെ സ്വാധീനിച്ചു. അതിനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ചിന്തിക്കുന്ന ഞാൻ വീണ്ടും മനസ്സിലത് സാങ്കല്പികമായി സൃഷ്ടിച്ച് ഇന്ദ്രിയം കൊണ്ട് കാണുന്നതിനേക്കാൾ സൂക്ഷ്മമായി കണ്ട ആഹാരത്തെ വളർത്തുക. മനസ്സിലായില്ല? അങ്ങനെ ആവുമ്പോ ഇത് പരമ്പരാരൂപമാണ്. ക്ലിയർ? അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടതാണ്. സൂക്ഷിച്ചാൽ ജീവിതം ദുഃഖിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ആഹാരം അവിടെ 17-ലാണ് അല്ലേ? 17, 8, 9, 10 ആണെന്ന് തോന്നുന്നു. വിശദീകരണങ്ങൾക്ക് മുമ്പും ശ്ലോകം മറന്നുപോകരുത്. അല്ലേ? അടുത്തത് യാതയാമം ഗതരസം. അല്ലേ? ഭൂതി പരിയൂഷിതം ചയത് ഉച്ഛിഷ്ടമഭി അമേധ്യം ഉച്ഛിഷ്ടമഭി ച അമേധ്യം ഭോജനം താമസപ്രിയം. അപ്പൊ ഉച്ഛിഷ്ടം വല്ലൊരു കഴിച്ചതിന്റെ ബാക്കി. ചിലർക്ക് അത് കഴിച്ചാലേ തൃപ്തി വരുള്ളൂ. അവരിൽ താമസങ്ങളായിരിക്കുന്ന ഭാവങ്ങൾ കൂടും. അതിനോരോ കാരണം പറയും. അച്ഛൻ കഴിച്ചതല്ലേ, കുഴപ്പമൊന്നുമില്ല. അമ്മ കഴിച്ചതല്ലേ, സാരമൊന്നും ആക്കാനില്ല. ഭർത്താവ് കഴിച്ചതല്ലേ, കുഴപ്പമില്ല. ഭാര്യ കഴിച്ചതല്ലേ, ഉള്ളതല്ല, പേടിക്കാനൊന്നുമില്ല. എന്റെ ഭാര്യയല്ലേ, അവളൊന്ന് കൈയിട്ടു എന്ന് വെച്ച് കുഴപ്പമൊന്നും പറയാനില്ല. ഭാര്യ കഴിച്ചതല്ലേ, ബാക്കി കുഴപ്പമൊന്നും. ഓ, മഹാനായ സ്വാമി ഒന്ന് കഴിച്ചതിന്റെ ബാക്കിയാണ്, അത് പ്രസാദമാണ് കഴിച്ചു കഴിഞ്ഞാൽ. മനസ്സിലായില്ല? ഗീത എങ്ങനെയാ പറയുന്നത്? ഗീത വളരെ ഉറപ്പിച്ച് അങ്ങനെയാ പറയുന്നത്. കഴിക്കരുതെന്ന് ഞാൻ പറയുമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ കഴിക്കരുതെന്ന് എന്തിനാ പറയുന്നത്? കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞതാണിത്. ഉദ്ധവര് കഴിച്ചുവെങ്കിൽ താമസത്തിൽ പെട്ടിട്ടുണ്ട്. വിഷമിക്കാവുന്നില്ല. ഭഗവത്ഗീതയിൽ സിദ്ധാന്തമായി പറഞ്ഞതാണ്.
അത് വളരെ വ്യക്തമായി ഭഗവത്ഗീതയ്ക്കകത്ത് 10ാമത്തെ ശ്ലോകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന് മോളിൽ ആദ്യം തുടക്കം മുതൽ പറഞ്ഞാൽ യാതയാമം ഗതരസം, ഒരു യാമം കഴിഞ്ഞ് ഭക്ഷണം പാകം ചെയ്തു വെച്ചത് ഒരു യാമം കഴിഞ്ഞാൽ അത് താമസാഹാരമായി. അതിനകത്ത് ബാക്ടീരിയകൾ, സൂക്ഷ്മങ്ങളായ ജീവികൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരാഹാരം ഉണ്ടാക്കി വെച്ചാൽ, പാചകം ചെയ്താൽ അവ ആഹരിക്കാൻ ലോകത്ത് നിന്ന് നാനാവിധത്തിലുള്ള അമീബകളും ബാക്ടീരിയകളും വന്ന് അവയിൽ പണി തുടങ്ങും. മനസ്സിലായില്ല? ചൂടാറിത്തുടങ്ങിയാൽ പണി തുടങ്ങും. എളുപ്പം ഒന്നിച്ചുണ്ടാക്കി വെച്ച് പതുക്കെ കഴിക്കുകയാണ്. കാരണം 1/2 കിലോ അരി ഇടണമെങ്കിലും കഴുകണം, പാത്രം തേക്കണം, ഉണ്ടാക്കണം, തീ കത്തിക്കണം. 1 കിലോ ആയാലും വേണം, 3 കിലോ ആയാലും വേണം. എന്നാൽ പിന്നെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും കൂടെ കൂടി 3 കിലോ ഒന്നിച്ച് വെച്ച് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഉണ്ടാൽ എളുപ്പം അതാണ്. അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഗ്യാസ് ലാഭമാണ്, എളുപ്പമാണ്, ഇതൊക്കെ ശരിയാണ്. വേലക്കാരുടെ പണി ലാഭമാണ്, കൂലി കുറച്ചു കൊടുത്താൽ മതി, ഇതൊക്കെ ശരിയാണ്. അപ്പോ ആ സമയം അങ്ങ് കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്ടീരിയ പ്രവർത്തിക്കാൻ തുടങ്ങും. അതിലെല്ലാം ബാക്ടീരിയ പ്രവർത്തിക്കും. 3 മണിക്കൂർ. അപ്പൊ അത് കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കും. വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രവർത്തിക്കുന്ന പോലെ തന്നെ പുറത്തിരുന്നും പ്രവർത്തിക്കും. കാരണം ഒരുപാട് ബാക്ടീരിയകൾ പ്രവർത്തനം തുടങ്ങും. അതൊക്കെ അതിന്റെ വിത്തുകൾ അതിൽ തന്നെ ഉണ്ടാവും, രൂപാന്തരപ്പെടും. അവന്റെ പ്രവർത്തനം തുടങ്ങും. പിന്നെ അതിനെയും കൂടെ കൂടി കഴിക്കണം. അപ്പോൾ താമസ ഗുണങ്ങൾ ഉണ്ടാകാൻ വഴിയുണ്ട്. രസം നഷ്ടപ്പെട്ടാൽ അത് താമസമാണ്, ഗതരസം. പാലിന്റെ ഒരു രസമുണ്ട്, മനസ്സിലായില്ല? അത് മണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ രസം മാറും. നോക്കിയിട്ടില്ല? അതിന്റെ ആ മധുരം മാറിയിട്ടൊരു പുളിപ്പ് വരാൻ തുടങ്ങും. അത് ഈ പാക്കറ്റ് പാല് മേടിച്ച് ചായ തിളപ്പിച്ചാൽ അറിയാം, ഒരു ചെറിയ പുളി ഉണ്ടാവും. അപ്പൊ അതിന്റെ രസം മാറാൻ തുടങ്ങും. ഏതൊരു ആഹാരം എടുക്കുമ്പോഴും അതിന് ഉള്ള രസം മാറുന്നുവെങ്കിൽ അത് താമസമാണ്. എനിക്കിഷ്ടമാണ് കഴിച്ചു, പക്ഷെ താമസമാണ് ഗുണം. യാതയാമം ഗതരസം. പിന്നെ ഭൂതി പരിയൂഷിതം, യൂഷിതമായത്, അതായത് പഴകി തുടങ്ങിയത്. അത് കഴിഞ്ഞാൽ അടുത്തത് പറഞ്ഞത് ഉച്ഛിഷ്ടം, കഴിച്ചതിന്റെ ബാക്കി. ഒരാൾ കഴിച്ച് എച്ചിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്, അതെടുത്ത് കഴിക്കുക. സാധനം കളയരുതല്ലോ, അതുകൊണ്ട് കഴിക്കുകയാണ്. ന്യായങ്ങൾ ഒരുപാടുണ്ടാവും. പ്രസാദം ആയതുകൊണ്ട് കഴിക്കുകയാണ്. സ്വാമിമാര്, ഉന്നതന്മാര് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കഴിക്കുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്, അല്ലേ? സ്വാമിമാർക്കും അതൊരു വലിയ സന്തോഷമാണ്. നമ്മളെ ബഹുമാനിച്ചതിന്റെ ഭാവമാണത്. കാരണം എന്താ വെച്ചാൽ മിച്ചം കഴിക്കുന്നു, സ്വാമിയെ വളരെ ബഹുമാനിച്ചു എന്നുള്ളതിൻ്റെ ആണ്. അവിടെ വെച്ചേക്കൂ, ഞങ്ങൾ കഴിച്ചോളാം. അത് ഉച്ഛിഷ്ടമാണ്. അമേദ്യം, മലം. ഈ കാലഘട്ടത്തിൽ അതിന്റെ കഴിപ്പ് വളരെ കൂടുതലാണ്. പിന്നെ എറണാകുളത്ത് നിങ്ങൾ കഴിഞ്ഞ 1 മാസമായിട്ട് മലം തന്നെ തിന്നു ഇന്ന് പത്ര റിപ്പോർട്ട്. ഇന്നത്തെ പത്ര റിപ്പോർട്ടാണ്, പഴയതൊന്നുമല്ല. നിങ്ങളുടെ പെരവാസ്തു വലിക്കും, കല്യാണത്തിനും അടിയന്തരത്തിനും ഒക്കെ ആദ്യം ഫ്രണ്ടില് തൊപ്പിയൊക്കെ വെച്ച് ഒരു വെജിറ്റേറിയൻ കുക്ക്, ഒരു നോൺ വെജിറ്റേറിയൻ കുക്ക്, ഒരു ജൈൻ കുക്ക്, 3 കുക്ക് നിന്നിട്ട് മസാല ദോശയും മറ്റേ ഊത്തപ്പവും ഒക്കെ ചുട്ടിടുകയും അതെല്ലാം പാത്രത്തിനകത്ത് തന്നുവിടുകയും
അതൊക്കെ പോയിരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അവസാനം ഒരു ഡെസേർട്ട് ഉണ്ട്. അങ്ങനല്ലേ അതിന് പറയാം? വാസ്തുബലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡെസേർട്ട് കഴിക്കും. ഇതൊന്നും വീട്ടിലുണ്ടാക്കിയ സാധനമല്ല. മനസ്സിലായി? ഐസ്ക്രീം. മനസ്സിലായില്ല? എറണാകുളത്തുനിന്ന് പിടിച്ച ഐസ്ക്രീമിലെല്ലാം വൻതോതിൽ അമേദ്യമുണ്ട്. അതായത് ഇന്നത്തെ പത്രം അത് ഇറങ്ങുമ്പോൾ മേടിച്ച് വായിച്ചു. ഞാൻ കള്ളം പറഞ്ഞാണ്. സാമാന്യം നന്നായിട്ട് കഴിച്ചില്ലേ? ഇന്നലെ ഒരു 3-4 പേര് ഹോട്ടലിൽ കയറിയിട്ട് 2 എണ്ണം ഒരാളടിച്ചു. ഒരെണ്ണമായിട്ട് അടിച്ചാൽ എങ്ങനെയാ? 2 എണ്ണം. അയ്യരും രവിയും കൂടെ ഹോട്ടലിൽ കയറി. അയ്യര് പറഞ്ഞു വേണ്ടെന്ന്. അയ്യര് പത്രത്തിൽ വാർത്ത വരുന്നതിന് മുമ്പ് പത്രക്കാരൻ വിളിച്ച് അയ്യരോട് പറഞ്ഞു ഇതിനകത്ത് ഇന്നതൊക്കെ ഉണ്ടെന്ന്. അയ്യരത് കാരണം അത് മാറ്റി വെച്ചപ്പോഴത്തേക്ക് രവി പറഞ്ഞു ഞാനത് കഴിച്ചോളാം. ഇപ്പൊ പത്രവാർത്ത രാവിലെ കുറച്ച് കഴിഞ്ഞ് പോയി വായിക്കുമ്പോൾ രവിക്ക് ഛർദി വരും. കഴിച്ചപ്പോ ഛർദിയൊന്നും വന്നില്ല. അപ്പൊ അമേദ്യം ഈ കാലഘട്ടത്തിലെ ഭക്ഷണത്തിൽ പ്രധാനമാണ്. തമാശ പറഞ്ഞ നിങ്ങൾ ഈ ഞാൻ പത്രത്തിനകത്ത് ചോദിച്ചു ടീച്ചർ എന്നെ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഫുഡ് ഇൻസ്പെക്ടർ ടെസ്റ്റ് ചെയ്യാം. ടീച്ചർ കഴിക്കൊന്നും വേണ്ട. വീടുണ്ടോ എറണാകുളത്ത്? ഉണ്ടോ? സാമാന്യം ഭേദപ്പെട്ട വീടാണോ? ആണ്. വീടിന്റെ അടുക്കളയോട് ചേർന്നൊരു ക്ലോസറ്റ് വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ക്ലോസറ്റ് വെച്ചിരിക്കുന്നതിന് റിമ്മുണ്ടോ? അതിനകത്തോട്ട് മരം കയറുമ്പോൾ അതിനകത്ത് കൂറ വളരുന്നുണ്ടോ? അവൻ അവിടുന്ന് ഒരു പാസേജ് ഉണ്ടാക്കി വീട്ടിലെ അടുക്കളയ്ക്കകത്തേക്ക് വരുന്നുണ്ടോ? അവൻ ഭക്ഷണത്തെ നക്കുന്നുണ്ടോ? ഇനി ബാക്കി പറയാം. ഒരുപാട് വിഷമമൊന്നും വേണ്ട. എറണാകുളത്തെ ഓടകൾ വഴി സഞ്ചരിച്ചിട്ടുണ്ടോ? രാത്രികാലത്ത് ഈ CD റോഡിന്റെ അവിടെയൊക്കെ ഈ ട്രഞ്ച് കീറുന്നവരുണ്ട്. മനസ്സിലായില്ല? രാത്രിയും പകലും നിന്ന് പണിയെടുക്കുക. കണ്ടിട്ടില്ല? രാത്രിയും പകലും പണിയാണ്. രാത്രി പണിയെടുക്കുമ്പോൾ ഈ ആളുകളൊക്കെ ഒഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ രാത്രി തിന്ന പൊറോട്ട ശല്യം ചെയ്യാൻ തുടങ്ങും. ഓടിപ്പോയി ആ ഓടയിലേക്ക് പോയിരിക്കും. മനസ്സിലായില്ല? ഛർദിക്കുകയല്ല. ഓടയിലേക്ക് പോയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നു പണിയെടുക്കും. അങ്ങനെ ഈ ഓടയിൽ ഇത് കിടക്കുമ്പോൾ ഓടയ്ക്കകത്ത് ക്രോസ് ചെയ്തിട്ടായിരിക്കും വീട്ടിനകത്തോട്ട് വരുന്ന പൈപ്പ് വരുന്നത്. അത് അടച്ച പൈപ്പാണ്, പേടിക്കൊന്നും വേണ്ട. പക്ഷെ ചിലപ്പോൾ അത് ലൂസാവും. അതിന്റെ സോൾവെന്റ് സിമെന്റ് ചിലപ്പോൾ അങ്ങ് പോയിട്ട് ഇവൻ ലൂസാവും. അപ്പൊ ടാങ്കിലെ വെള്ളം തീർന്നു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് വാക്യൂമാവും. അപ്പൊ ഈ ഓടയ്ക്കകത്തുനിന്ന് ഈ വെള്ളം കയറും. മൂർക്കം പാമ്പ് ചീറ്റുന്ന പോലെ കയറും. മനസ്സിലായില്ല? നമ്മൾ പോകുമ്പോൾ കാണാം. ഇവൻ അകത്ത് കയറി കിടക്കുമ്പോഴത്തേക്ക് ടാങ്കി വെള്ളം അടിക്കും. അപ്പൊ അതും ഇതും കൂടി കലർന്ന് എല്ലാ പൈപ്പിലും വരും. മനസ്സിലായില്ല? നമ്മുടെ എഞ്ചിനീയറിംഗ് സ്കില്ലൊക്കെ ലോകോത്തരമാണ്. കാരണം ഈ ഓടയ്ക്കകത്തൂടെ തന്നെ പോയാൽ മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റ് പണ്ട് അങ്ങനെയായിരുന്നു. വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഇതൊന്നും നിങ്ങൾക്ക് പരിചയമില്ല. നിങ്ങൾ ആകെ ഇതിനകത്ത് ജീവിക്കുന്നേ ഉള്ളൂ. യു ആർ നോട്ട് അറ്റ് ഓൾ ഒബ്സർവിങ്. നിസ്സഹായാവസ്ഥ നമുക്ക് മനസ്സിലാകാം. ഇത് കാണാൻ പറ്റില്ലേ? ഇതുവരെ പാമ്പ് ചീറ്റുന്ന കേട്ടിട്ടില്ല ഓടയ്ക്കകത്തുനിന്ന്? ഒരു ഓടയുടെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ പാമ്പ് ഇങ്ങനെ ചീറ്റുന്ന കേൾക്കാം. ചീറ്റ് കണ്ട് പാമ്പിനെ പിടിക്കാൻ ചെന്ന് നോക്കുമ്പോഴാണ് ഇത് നമ്മുടെ വാട്ടർ ടാപ്പിനകത്തോട്ടാണ് ചീറ്റുന്നത്. എരച്ച് കയറുകയാണ് വെള്ളം. വാശിയിലാണ് ഈ രാത്രി പോയതെല്ലാം കൂടെ. എന്നിട്ട് ഇവിടെ ആരോഗ്യ സംരക്ഷണവും നടക്കുകയാണ്. മനസ്സിലായില്ല? 1000 ഫ്ലക്സ് ബോർഡും 1500 കമാനവും ഈ വാട്ടർ ചീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മന്ത്രിയും പരിവാരങ്ങളും ആരോഗ്യവകുപ്പ് അധ്യക്ഷന്മാരും ഒക്കെ കൂടി ഒരു ജാഥയും അതിന്റെ മുമ്പിൽ കുറച്ച് പെണ്ണുങ്ങൾ താലവും. ഇത് കഴിഞ്ഞിട്ട് അവർ കുടിക്കുന്ന വെള്ളം മറ്റേ ഇറക്കുമതി ചെയ്ത മിനറൽ വാട്ടറും. മനസ്സിലായില്ല? നിങ്ങൾ കുടിക്കുന്നത്
ഈ വെള്ളത്തിൽ പാചകം ചെയ്ത് നിങ്ങൾക്കും എനിക്കും ഒക്കെ തരും. ഇപ്പൊ താവിട്ടിറങ്ങി ഒരു ചായ കുടിക്കുമ്പോ അപ്പൊ ഇപ്പൊ അമേദ്യം കഴിക്കുന്ന ഒരു കാലമാണ്. ഇനി ഇത്രയൊന്നും പേടിക്കണ്ട. ഈ എറണാകുളത്തെ കടകളിലൊക്കെ കുടല് കിട്ടും. പണ്ട് കുഴിച്ചു മൂടിയ സാധനം, മനസ്സിലായില്ല? 12 മീറ്ററും 10 മീറ്ററും ഒക്കെ നീളമുള്ള കുടലുണ്ടല്ലോ. പശുവിന്റെ, ആടിന്റെ, പന്നിയുടെ ഒക്കെ കിട്ടും. പശുവിന്റെ ഇതിൽ ചാണകം ഉണ്ടാവും, മനസ്സിലായില്ല? ആടിന്റെ ഇതിൽ ആട്ടുംകാട്ടം ഉണ്ടാവും. മറ്റേ പന്നിയുടെ ഇതിനകത്ത് മനുഷ്യന്റെ തന്നെ മലം ഉണ്ടാവും. അതിന്റെ മടക്കുകളിൽ നിന്നും പോവില്ല. പൈപ്പ് വെച്ച് വെള്ളം സ്പ്രേ ചെയ്തടിച്ചാൽ പോവില്ല. അതൊക്കെ അവിടെ പറ്റി പിടിച്ചിരിപ്പുണ്ടാവും. അത് പൊരിച്ചു കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മാരുതിയിൽ ചെന്ന് നിന്ന നിപ്പിൽ ഒരു പിടിപ്പിരി പിടിപ്പിച്ചിട്ട് പോരാൻ ശരിയല്ല. ഞാൻ പറഞ്ഞപ്പോ കുറെ പേരുടെ വായിൽ അയ്യര് കയറായേറിയ കപ്പലോടിക്കാവുന്ന പരുവത്തിലായി. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അപ്പോ അമേദ്യം ഈ കാലഘട്ടത്തിന്റെ ഭക്ഷണമാണ്. ഗീത അന്ന് എഴുതുമ്പോ അമേദ്യം ഭക്ഷണമായിരുന്നു എന്നറിയില്ല. അന്നും ഉണ്ടായിരുന്നിരിക്കും ബോട്ടിയൊക്കെ. യുദ്ധമൊക്കെ നടക്കുന്ന കാലമല്ലേ. താമസ ഭക്ഷണം ഉണ്ടാകാതിരിക്കാൻ വഴിയില്ല. യുദ്ധകളത്തിലേക്കൊക്കെ വിതരണം വേണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ ഏതായാലും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ? യാതയാമം ഗതരസം പൂതി പര്യൂഷിതം തന്നെ ഉച്ഛിഷ്ടം അമേദ്യം. ഇത്രയും ഭക്ഷണം താമസമാണ്. അപ്പൊ സത്വം, രജസ്, തമസ്, ഈ ഭക്ഷണങ്ങള് നമ്മുടെ പ്രകൃതിയെ മാറ്റിമറിക്കുന്നു. ആ പ്രകൃതി നമ്മുടെ അവശനാക്കി കർമ്മത്തെ ചെയ്യിക്കുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഭയം, ശോകം മുതലായവ രാജസ അഹങ്കാരത്തിൽ നിന്നും, അതുപോലെ തന്നെ താമസത്തില് താമസ ആഹാര താമസ 10ാം ശ്ലോകം താമസ പ്രിയം. അടുത്ത ശ്ലോകം അത് വേറെയാ. അത് യജ്ഞത്തിന്റെ സാത്വികവും രാജസ്വമാണ് പറയുന്നത്. അപ്പൊ താമസ ആഹാരം കഴിച്ചിട്ട് വരുന്ന ദോഷങ്ങള് പൂർണ്ണമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. താമസപ്രിയം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ സത്വാഹാരം, രജോ ആഹാരം, തമോ ആഹാരം, അതിൽ നിന്ന് ഗുണങ്ങൾ. ആ ഗുണങ്ങളാൽ അവശനായിട്ടാണ് അർജുന കർമ്മമെല്ലാം. അപ്പൊ കർമ്മത്തെ ശുദ്ധമാക്കുന്നതിന് ഗുണത്തെ ശുദ്ധമാക്കണം. ഗുണത്തെ ശുദ്ധമാക്കണമെങ്കിൽ ആഹാരത്തെ ശുദ്ധമാക്കണം. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഹാര ശുദ്ധവും സത്വശുദ്ധ. സത്വശുദ്ധിർ ധ്രുവാ സ്മൃതി എന്ന് വൈദികി. ആഹാരം ശുദ്ധമല്ലാത്തവന് സത്വശുദ്ധിയില്ല. സത്വശുദ്ധി വരാതെ സ്മൃതി ഉണ്ടാവില്ല. ഇങ്ങനെയാണ് പ്രാചീന നിയമം. ശുദ്ധങ്ങളായ ഓർമ്മകൾ. സ്മൃതിയൊക്കെ നന്നായിരിക്കാൻ സാത്വികങ്ങളായ ആഹാരങ്ങളെ കഴിക്കണം. നല്ല കാഴ്ച, അഷ്ടാംഗയോഗം അനുഷ്ഠിക്കണം എന്ന് ബുദ്ധൻ പറയും. അപ്പോഴാണ് നല്ല കാഴ്ചയും നല്ല കേൾവിയും ഒക്കെ പ്രസക്തമായി തീരുന്നത്. അതൊക്കെ ആഹാരമാണ്. വേണ്ടാത്തതൊന്നും കാണാൻ പോകരുത്. ചിലർക്ക് ഭാഗ്യമുണ്ട്, അവർ ഈ ലോകത്ത് വേണ്ടാത്തതൊന്നും കാണാൻ പോവില്ല, വേണ്ടാത്തതൊന്നും കേൾക്കാൻ പോവില്ല, വേണ്ടാത്തതൊന്നും അറിയാൻ ആഗ്രഹിക്കില്ല. വല്ലതും പറയുന്നത് കേൾക്കുമ്പോൾ അതിനകത്ത് കൊനഷ്ടമുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ ഉടനെ ഓടി അവിടെ പോയി എത്തി നോക്കുകയല്ലേ. ചിലരെത്തി നോക്കുകയില്ല. കാരണം അത് ആഹരിക്കണ്ടെന്ന് തീരുമാനിക്കും. അത് നമുക്ക് യാതൊരു ആവശ്യമില്ല. ലോകത്ത് എന്താ നടക്കുന്നതെന്ന് അങ്ങനെ അറിയണ്ടേ. അതിൽ നിന്നല്ലേ അറിവ് വർദ്ധിക്കുന്നത്. അതിൽ നിന്നാണ് ഭയം വർദ്ധിക്കുന്നത്.
ജീവിക്കാൻ അത് ആവശ്യമില്ല. ഭദ്രം പശ്യ. ഈ ലോകത്തില് അറിയണ്ടാത്തത് അറിയാതിരിക്കുന്നതാണ് അറിവ്. അതിന്റെ പഠിത്തമില്ല. അറിയരുതാത്തതൊക്കെ അറിയാനോടും. ലോകത്ത് എല്ലാത്തിൻ്റെയും ഗുണഗണങ്ങൾ അറിഞ്ഞിട്ടല്ല പലരും പലതും നേടുന്നത്. ഒരു പേന വാങ്ങിക്കാൻ പോയി, ഒരുത്തൻ ചെന്നു, കടക്കാരനോട് പറഞ്ഞു ഒരു നല്ല പേന വേണം. അവൻ നല്ല പേന എടുത്തു കൊടുത്തു. അവൻ ആദ്യം എടുക്കുന്ന അവന്റെ മനസ്സിന്റെ ശുദ്ധ അവസ്ഥയിൽ 1 നമ്പർ പേന എടുത്തു കൊടുത്തു. ഇവന് പേന എന്താണെന്ന് അറിയില്ലാത്തവനാണ്. അവൻ തുറന്നു നോക്കി, തിരിച്ചു നോക്കി, മറിച്ചു നോക്കി, ഇതിന്റെ നിബ് നല്ലതാണോ എന്ന് ചോദിച്ചു, ഫോറിനാണോ എന്ന് ചോദിച്ചു, അങ്ങനെയൊക്കെ ചോദിച്ചു. ഇവന്റെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി കൈ കാശ് കുറേയുണ്ട്, വിവരം തീരെയില്ല. ഉടനെ കടക്കാരൻ പറഞ്ഞു നല്ല ബ്രാൻഡുള്ളത് അകത്തെ മുറിയിലാണ്, അകത്തോട്ട് വന്നാട്ടെ, ഇരുന്നാട്ടെ. കൊണ്ടുപോയി കസേരയൊക്കെ ഇട്ടിരുത്തി. ഇത് വെളിയിൽ നിന്ന് വന്നതാണ്, നല്ല തരമാണ്, ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ചില്ലിനകത്തൊക്കെ കാണാം, അതിൻ്റെയൊക്കെ ചിലവ് ഇത് പേനയിലുണ്ട്. മനസ്സിലായില്ല, ഇരുത്തിയതിനുൾപ്പെടെ, ആ സ്റ്റൂളിന്റെ വാടക ഉൾപ്പെടെ. കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു എടാ ഒരു ചായ കൊണ്ടുവാ സാറിനെന്ന് പറഞ്ഞു. സാറെന്ന് വിളിച്ചതിനുള്ള കാശ് വേറെയാ, ചായക്കുള്ളത് വേറെയാ. കച്ചവടക്കാരെങ്കിലും ഇരിപ്പുണ്ട്, എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ ഈ പണിയിലായിരുന്നു കുറെ കാലം, അതുകൊണ്ടാണ്. എന്തെല്ലാം പണി ചെയ്താലാ ഇവിടം വരെ ഒന്ന് എത്തുക. അപ്പോ ഇതിനെല്ലാം അവൻ ബില്ല് മനസ്സിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അവൻ അതിൽ നിന്ന് കൊള്ളിക്കരുതാത്ത ഒരു സാധനം എടുത്ത് കയ്യിൽ കൊടുത്തു. വളരെ തൃപ്തിയായി. പേന നല്ലതാണെന്നുള്ളതിലല്ല തൃപ്തി, ഇരുത്തിയതിൽ, ചായ തന്നതിൽ, സാറേന്ന് വിളിച്ചതിൽ. അത് കഴിഞ്ഞ് പയ്യനെ കൊണ്ട് ഇത് എടുത്തുകൊണ്ടെന്ന് നിങ്ങൾ ഈ പേനയാണെങ്കിൽ പോലും അവൻ അതിന്റെ കൂടും പിടിച്ചു വന്ന് നിങ്ങൾ വണ്ടിയിലേക്ക് കയറിയപ്പോൾ വണ്ടിയിലേക്ക് വെച്ച് തന്നതിൽ. മനസ്സിലായില്ല, അതിലൊക്കെ വളരെ ഗംഭീരമായിട്ട് തൃപ്തിയായി, കയറ്റി വിട്ടു. അവനാണെങ്കിൽ ഒരു രോഗിയുമായി. കാരണം വെച്ചാൽ ഇവനെ കളിപ്പിച്ചത് അവന്റെ തലച്ചോറിലുണ്ട്. മനസ്സിലായില്ല, നിങ്ങൾ 2 ദോഷങ്ങളാണ് വരുത്തി വെച്ചത്. 1 നിങ്ങൾക്ക് വരുത്തിയ നഷ്ടം, 2 അവനെ നിങ്ങൾ രോഗിയാക്കിയത്. ഇതാ എല്ലാ കച്ചവടവും. സാരി വാങ്ങിക്കാൻ ചെന്നു, സ്റ്റഫൊക്കെ മറിച്ചും തിരിച്ചുമൊക്കെ നോക്കി. ആദ്യം എടുത്തു തന്നത് നല്ല സാധനമാണ്, പോരാ കല്യാണ സാരി എടുക്കാനാണ് വന്നിരിക്കുന്നത്, കൂടിയതുണ്ടോന്ന് ചോദിച്ചു. മോളിലെ വിലയിൽ അത് മാത്രം, ഞങ്ങളുടെ സ്പെഷ്യൽ ഷോറൂം. അവിടെ ചെന്നു, ജ്യൂസോ ചായയോ കാപ്പിയോ ഐസ്ക്രീമോ ഏതാണെന്ന് ചോദിച്ചു. ഉടനെ തന്നെ അതുകൊണ്ട് ഐസ്ക്രീമോ, കല്യാണിലാവോ, കല്യാണിൽ ഐസ്ക്രീമാണ്. രമണീയയിലായിരുന്ന ഈ ചായയായിരുന്നു. മഹാരാജാസിലാണ് 2 ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതായിരുന്നു കച്ചവടം എന്ന് പറഞ്ഞില്ലേ. ഇവിടെ ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വരുന്ന സമയം കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം കച്ചവടം ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, അതിപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പണി പലതും എടുത്താലാ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളെ ഓർത്ത ആകപ്പാടെ ഗീത പഠിപ്പിക്കൽ മാത്രമേ ഉള്ളൂ പണിയുന്ന അല്ലേ? ഇത് അങ്ങനെയാ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അല്ലേ ഡോക്ടർ? അപ്പോ ഇതൊക്കെ ചാർജ് നിങ്ങളോട് ഈടാക്കും. ബില്ലിൽ അതിന്റെ പേര് കാണുകയല്ലെന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ കൂട്ടിയിട്ടാണ്. പിന്നെ ഒരു കിഴിവും, മനസ്സിലായില്ല, പിന്നെ ഒരു കിഴിവും. ആ കിഴിവിന്റെ കിഴിവ് നിങ്ങൾ വാങ്ങിച്ച സാരിയിൽ. ശരിയല്ല? അതുകൊണ്ട് അടിയിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്, ഗുഡ്സ് വൺസ് സോൾഡ് ഷുഡ് നോട്ട് ബി ടേക്കൺ. ലൈറ്റ് എല്ലാം കൂടെ കിടക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിനുണ്ടോ കാണാൻ പറ്റുമോ? ശരിയല്ല? മാത്രമല്ല 2 സൈഡിലും ഈ ചില്ലെല്ലാം വെച്ചിരിക്കുന്നതുകൊണ്ട് വലിയ കടയാണ് നിങ്ങൾ കാണുന്നത്. ആകെപ്പാടെ 200 സ്ക്വയർ ഫുട്ടേ ഉള്ളൂ. 200 സ്ക്വയർ ഫുട്ട് സാധനം നിങ്ങൾക്കൊരു 30,000 സ്ക്വയർ ഫുട്ടായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഷോറൂം വെളിയിൽ നിന്ന് നോക്കിയാൽ ഒന്നുമില്ല, അകത്ത് കയറിയാൽ വിശാലമായ ഷോറൂം. ഇങ്ങനെയാണ് നിങ്ങളൊക്കെ പോയിപ്പെടുന്നത്.
ഇതിലെല്ലാം പെടുമ്പോൾ ആ ഇന്ദ്രിയമാണ് നിങ്ങളെ കളിപ്പിക്കുന്നത്. ആവശ്യങ്ങൾ ഇനി ഒരിക്കലും മനുഷ്യന് നടക്കാത്ത വിധം നിങ്ങളുടെ വിദ്യയും നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ ശാസ്ത്രവും നിങ്ങളുടെ സാങ്കേതിക വിദ്യയും എല്ലാം ഇങ്ങനെ ആയി നിൽക്കുകയാണ്. ഇത് മുഴുവൻ മുന്നിൽ കണ്ടുകൊണ്ട് പറയുന്ന പോലെ തോന്നും ഈ ഗുണങ്ങളുടെ കാര്യം. അപ്പൊ ഇതിന്റെ ഫ്രിഡ്ജിൽ ബാക്ടീരിയ പ്രോസസ് ഇല്ലെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? എന്നാൽ അത് വലിയ അബദ്ധധാരണയാണ്. എല്ലാ ബാക്ടീരിയയും സുരക്ഷിതമാകുന്നത് ഫ്രിഡ്ജിൽ. അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. സൂര്യനാണ് ബാക്ടീരിയയെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ ഊർജ സ്രോതസ്. ലോകത്തെ ഏറ്റവും അധികം ബാക്ടീരിയകളെ കളയാനുള്ള സ്രോതസ് സൂര്യനാണ്. സൂര്യനിൽ നിന്ന് എത്ര അകലുന്നുവോ അത്ര കണ്ട് ബാക്ടീരിയകൾ കൂടുന്നു. അതുകൊണ്ടാണ് ഗൊണോറിയയുടെയും സിഫിലിസിന്റെയും ഒക്കെ ബാക്ടീരിയകളും വൈറസുകളും എല്ലാം സുരക്ഷിതമായി വളർന്നിരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ്. സൂര്യൻ വല്ലപ്പോഴും എത്തി നോക്കിയിരുന്നത്. പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടെയാണ് സിഫിലിസിന്റെ അണുക്കൾ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തുന്നത്. അതിനു മുമ്പ് ഇന്ത്യയിൽ ആ രോഗത്തിന്റെ ലക്ഷണമില്ല. ഇന്ത്യയിൽ അത് കാലുകുത്തി വളർന്നപ്പോൾ ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരുമായി ബന്ധം പുലർത്തിയ തലങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ഇന്നസെന്റ് ഗുണേറിയയും അതുകൂടാതെ ഗുണേറിയയും ഒക്കെ രൂപാന്തരപ്പെട്ടപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നുകൊണ്ടാണ് അതിന് പറങ്കിപ്പുണ്ണെന്ന് പേര് വന്നത്. മനസ്സിലായില്ല? അതുകൊണ്ടാണ് നാട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് കപ്പലെന്ന് പേര് വിളിക്കുന്നത്. കാരണം അവിടുന്ന് കടന്നു വന്നതാണ്. ഈ രോഗങ്ങളെല്ലാം മാരകമായി ഇന്ത്യയുടെ മണ്ണിൽ രൂപാന്തരപ്പെടുമ്പോൾ അടുത്ത 25 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വ്യാപിക്കുമെന്ന് പറഞ്ഞ ഈ സാധനം ഇന്ത്യയുടെ മണ്ണിൽ കുരുത്തില്ല. കാരണം സൂര്യൻ ഉണ്ടായിരുന്നതുകൊണ്ട്. അതാകപ്പാടെ വടക്കൻ കേരളത്തിലും അപൂർവം തെക്കൻ കേരളത്തിലും ഒരു വൈറ്റ് ഡിസ്ചാർജ് പോലെയായി അങ്ങ് ഒതുങ്ങി നിൽക്കുകയാണ്. ഇത് മാരകമായില്ല. അതിന്റെ വൈറസുകളോ മറ്റോ ഒരിക്കലും അത് മാരകമാകുന്ന അവസ്ഥയിലേക്ക് വികസിക്കാൻ സൂര്യൻ സമ്മതിച്ചില്ല. എന്നാൽ അവ പാശ്ചാത്യ നാടുകളിൽ വളരെ കൂടുതലാണ്. അതിന് കാരണം അവിടുത്തെ അന്തരീക്ഷത്തിൽ ഇവയെല്ലാം ജീവിക്കും. തണുപ്പിലാണ് നിങ്ങൾ ഒന്നിന്റെ സൂക്ഷ്മത നിലനിർത്തുന്നതെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നുണ്ട്. കേരളത്തിലെ ലൈവ് സ്റ്റോക്കുകളിൽ കാളയുടെയും മറ്റും ബീജം കേടുവരാതെ സൂക്ഷിക്കുന്നത് ഈ ടെമ്പറേച്ചറിലാണ്. ശരിയല്ല. അവിടെ ആ ബീജാണുക്കൾക്ക് നാശം വരില്ല ഇത്ര കാലം കഴിഞ്ഞാലെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന അതേ വൈദ്യശാസ്ത്രം നിങ്ങളോട് പറയുകയാണ്. കാരണം വൈറസും അമീബയും ഫ്രിഡ്ജിനകത്ത് പോകുമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. വിഡിത്തം. സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാവും. എല്ലാ വൈറസുകളും അമീബകളും സുരക്ഷിതമാകുന്ന അതിലാണ്. മാംസവും മത്സ്യവും പഴങ്ങളും ഒക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നു എന്നുള്ളത് അത് തുറക്കുമ്പോൾ മണത്തിൽ നിന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് നിങ്ങളിടയ്ക്ക് നാരങ്ങ മുറിച്ചു വയ്ക്കുന്നതും ഉള്ളി മുറിച്ചു വയ്ക്കുന്നതുമല്ല. ഇതൊക്കെ വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഫ്രിഡ്ജ് അണുനാശകമല്ല. ഫ്രിഡ്ജ് തണുപ്പിച്ച് സൂക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പാചകം ചെയ്ത് അകത്തോട്ട് വെച്ചാൽ എല്ലാം കയറും. പാചകം ചെയ്ത് വെച്ച സാധനം അതിനകത്ത് അമോണിയയോ മറ്റു വാതകങ്ങളോ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഒരുപാട് തരം വാതകങ്ങളുണ്ട്. -80 ഡിഗ്രിയിലേക്കൊക്കെ എത്തിക്കണമെങ്കിൽ വേറെ വാതകങ്ങളാണ് വേണ്ടേ. അമോണിയ ഒന്നും പോരാ. -80 ഡിഗ്രിയിലും കൂടുതൽ താഴ്ന്ന ടെമ്പറേച്ചറിലേക്ക് ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെയുള്ള ടെമ്പറേച്ചറിലെല്ലാം ഉപയോഗിക്കുന്ന ഫ്രിഡ്ജുകളും ഫ്രീസറുകളും ഉപയോഗിക്കുമ്പോൾ അവയിൽ അണുകങ്ങൾ സുരക്ഷിതങ്ങളാണ്. അവ എടുത്ത് രണ്ടാമത് ചൂടാക്കാൻ പറ്റൂല. രണ്ടാമത് ചൂടാക്കിയാൽ വിഷമായി. മനസ്സിലായില്ല? അപ്പോൾ വീട്ടിൽ ലാഭം നോക്കി ചോദിച്ചത് വളരെ നന്നായി. യാതയാമം ഗതരസത്തില് വളരെ നന്നായി. ഒരു മാസത്തേക്കുള്ള ഭക്ഷണം വീട്ടിൽ വേലക്കാരി വന്നു, ബായി വന്നു, രാവിലെ ഉണ്ടാക്കി വെച്ചു. ഇനി ഒരു മാസം കഴിഞ്ഞേ അവൾ വരുള്ളൂ. ഒരു മാസത്തിൽ ഒന്നാണ് വരുന്നതെങ്കിൽ 200 രൂപയ്ക്ക് തീരും. മനസ്സിലായില്ല? എറണാകുളത്ത് 32 വീട്ടിലാണ് ഒരു ബായി പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ വീട്ടിൽ ചെന്ന് 15 ദിവസത്തേക്കുള്ള ഉണ്ടാക്കി ഫ്രിഡ്ജിലും ഫ്രീസറിലുമായിട്ട് വെക്കും. 2 തട്ടാണ്. ഈ ആഴ്ചത്തേക്ക് എടുക്കാൻ ഒരു തട്ട്, അടുത്ത ആഴ്ചത്തേക്ക് എടുക്കാൻ ഒരു തട്ട്. ഈ 15 ദിവസത്തേക്ക് എടുക്കാൻ ഒരു തട്ട്, അടുത്ത 15 ദിവസത്തേക്ക് എടുക്കാൻ ഒരു തട്ട്. ഒരു തട്ട് പൂട്ടിയാൽ പിന്നെ മുകളിലത്തെ 15 ദിവസത്തേക്ക് കഴിഞ്ഞിട്ടേ താഴത്തെ തട്ട് തുറക്കുകയുള്ളൂ. മനസ്സിലായില്ല? ചോറും കറിയും ഒക്കെ അകത്ത് വെച്ചിട്ടുണ്ട്.
ചോറ് വെക്കാറില്ലല്ലേ? അത് എറണാകുളത്തല്ല, ചങ്ങനാശ്ശേരിയല്ലേ? ചങ്ങനാശ്ശേരി ആയതുകൊണ്ടാ. എറണാകുളത്ത് ഞങ്ങൾ ചോറും വെക്കാറ്. ചങ്ങനാശ്ശേരി കറിയേ ആയുള്ളൂ. എറണാകുളത്തോളം സിറ്റി ആകാഞ്ഞിട്ടാ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. 4 ദിവസവും 15 മിനിമം. മനസ്സിലായില്ലേ? 15 ദിവസം. ഇനി വീട്ടിലങ്ങനെ വെച്ചില്ലെങ്കിലും നിങ്ങൾ ഓടിച്ചെന്ന് മേടിക്കുന്ന ഹോട്ടലിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുന്നത്. മനസ്സിലായില്ല? അതായത് ചെഫ് മാഷ് വെച്ച് പൊറോട്ട അടിച്ചുണ്ടാക്കി ആ പൊറോട്ട 30 പൈസ കൊടുത്ത് 30,000 പൊറോട്ടയ്ക്ക് ഓർഡർ ചെയ്ത്, അല്ലെങ്കിൽ 3.5 ലക്ഷം പൊറോട്ടയ്ക്ക് ഓർഡർ ചെയ്തൊരു ഹോട്ടല് 3.5 ലക്ഷം പൊറോട്ട വാങ്ങിച്ച് ഫ്രീസറിലേക്ക് വെച്ചിട്ട് സമയമാകുമ്പോഴത്തേക്ക് എടുത്ത് കല്ലിലേക്ക് ഇട്ട് ചൂടാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ട തരികയാണ്. അതുകൊണ്ടാണ് ചില ഭാഗത്ത് തണുപ്പും ചില ഭാഗത്ത് ചൂടും ഉണ്ടാകുന്നത്. മസാല ദോശ വാങ്ങിച്ചാൽ അകം തണുത്തും ഇരിക്കും, പുറം പൊള്ളുന്ന ചൂടിലും ഇരിക്കും. മനസ്സിലായില്ല? അതിന്റെ മാജിക്ക് നിങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങളതിനൊരു ഉത്തരം കണ്ടുപിടിക്കും. മൈക്രോ ഓവനിൽ വേവിച്ച. മൈക്രോ ഓവൻ കണ്ടിട്ടില്ല, മൈക്രോ ഓവന് ചൂടേയില്ല. മനസ്സിലായില്ല? ഇത് അകം ചൂടാകാത്തത് മൈക്രോ ഓവൻ ആയതുകൊണ്ടാണ് മസാല ദോശ. പിന്നെ പുറം നല്ല പൊള്ളുന്ന ചൂട്, അത് നല്ല തണുപ്പ്, പിന്നെ രണ്ടും കൂടെ കൂട്ടി ഒരു പിടിപ്പീര്. അവസാനം ഇറങ്ങുമ്പോൾ നേരെ മുമ്പിലുള്ള ഹോസ്പിറ്റലിലേക്ക് കയറുക. എല്ലാ ഹോട്ടലിന്റെ മുമ്പിലും ഒരു ഹോസ്പിറ്റലാണ്, കാരണം കൂടുതൽ കസ്റ്റമറെ കിട്ടും. അപ്പൊ ഇങ്ങനെ വളരെ രസകരമാണ് ഈ പോക്ക്. വിഷയങ്ങൾ അങ്ങനെ പഠിച്ചാൽ ഒരുപാടാണ്. ആ ഫ്രിഡ്ജ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. 15 ദിവസത്തേക്കൊക്കെയാണിപ്പം. അല്ല പറ്റൂല, പണി വേണ്ടേ? ഈ 15 ദിവസവും പെണ്ണുങ്ങൾ എന്തോ ചെയ്യുന്നേ? സീരിയല് കാണുക. ശരിയല്ല. ഇഷ്ടംപോലെ സമയം കിട്ടുവേ. രാവിലെ ഇത് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ വല്ലതും അറിയണോ? എടുത്ത് ചൂടാക്കി കൊടുത്താൽ മതി. ഇപ്പം ഒന്നും ഉണ്ടാക്കണ്ട. പൊറോട്ട വേണേ പൊറോട്ട, ഇടിയപ്പം വേണേ ഇടിയപ്പം, ദോശ വേണേ ദോശ ഒക്കെ കൊണ്ടുതരും. അതെല്ലാം ഫ്രീസറിലോട്ട് തള്ളിയാൽ മതി. സമയമാകുമ്പോൾ എടുത്തൊന്ന് ചൂടാക്കിയാൽ മതി. അതിൽ നിന്നാ ഈ ഗീതയൊക്കെ കേൾക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ പറഞ്ഞുതരാൻ പറ്റുമോ? കാരണം നിങ്ങളുടെ പോക്കറ്റിലെ പൈസയാണ് എന്റെ ദക്ഷിണ. അപ്പൊ യാതയാമം ഗതരസമൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിതൊന്നും അല്ല അർത്ഥമെന്നോ അന്ന് ഫ്രിഡ്ജ് ഇല്ലായിരുന്നുവെന്നും ഒക്കെ. അതുകൊണ്ടായിരിക്കും ചോദിച്ചത്. സ്വാമി വ്യാഖ്യാനിക്കുമ്പോൾ അന്ന് ഫ്രിഡ്ജ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്. ഇന്ന് ഫ്രിഡ്ജ് ഉള്ളത് കൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. മനസ്സിലായില്ല? അങ്ങനെയാണ് ഞങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത്. അങ്ങനെ വ്യാഖ്യാനിച്ചാലേ നിങ്ങൾ കനിയൂ. അപ്പോഴേ ഞങ്ങൾക്ക് ആശ്രമങ്ങൾക്ക് അടുത്ത നിലപണിയാൻ പറ്റൂ. ശരിയല്ല? അതുകൊണ്ട് ഇതിനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ചു തന്നാൽ നിങ്ങൾക്ക് വലിയ സന്തോഷമായി. കേൾക്കേണ്ട പ്രഭാഷണമാണ്. ശരിയല്ല? ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഒന്ന് മക്കി അടിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ശരിയല്ല, വളരെ ഇഷ്ടമാവും. ഇതിപ്പോ ഇന്ന് വന്നവൻ നാളെ വരാൻ യാതൊരു വരാതിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. സർവ അവശ കർമ്മ കാര്യതേ. അപ്പൊ ഇതാണ് 3 ഗുണങ്ങൾ. അതുകൊണ്ട് ഇത് പഠിക്കുമ്പോൾ ആ അധ്യായം എല്ലാം നോട്ട് ചെയ്തു നോക്കണം. അല്ലാതെ ലോകത്തുള്ള ബാക്കിയെല്ലാം വലിച്ചു വാരി തിന്നരുത്. അവിടെ 3 അധ്യായങ്ങൾ ഞാൻ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. 14, 16, 17. അതിൽ 16 അത്ര ഇമ്പോർട്ടന്റ് അല്ല. 14ഉം 17. ഗുണത്രയ വിഭാഗയോഗവും ശ്രദ്ധാത്രയ വിഭാഗയോഗവും. ദേവാസുരം അതിന്റെ കൂടെ. ഇത് ചേർത്താൽ എളുപ്പമായി. അതുകൊണ്ട് അർജുനനോട് പറഞ്ഞത് വളരെ ഭംഗിയായി. അർജുന, നീ ഗുണങ്ങളാൽ അവശനായിട്ടാണ് ഈ കർമ്മങ്ങളെയെല്ലാം ചെയ്യുന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യനും ഇങ്ങനെയാണ്. ഗുണ അതീതനാകാനാണ് അതുകൊണ്ട് അർജുനോട് ഉപദേശിക്കുന്നത്. വേദം വരെ ഗുണങ്ങളുടെ വിഷയങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും വരെ ഗുണമാ പഠിപ്പിക്കുന്നത്. 2-ാം അധ്യായം എടുത്തു കഴിഞ്ഞ 42-ാമത്തെ ശ്ലോകം. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യ വിപശ്ചിതഃ
വേദവാദ രഥാപാർത്ഥ നാന്യതസ്തീതി വാദിനഃ. അടുത്ത ശ്ലോകം. കാമാത്മാന സ്വർഗപര ജന്മകർമ്മ ഫലപ്രദ ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യ ഗതിം പ്രതി. 45 ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. അത് മതി. അവിടെ നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ഗുണങ്ങളാൽ അവശനായിട്ടാണ് ലോകത്ത് ജീവൻ കർമ്മം ചെയ്യുന്നത്. ഗുണങ്ങളെ അതിക്രമിക്കുകയാണ് ഇതിനുള്ള വഴി. ഗുണങ്ങളെ അതിക്രമിച്ചാലും അർജുന, നീ ഈ ഗുണങ്ങളെയെല്ലാം അതിക്രമിക്കണം. ഗുണങ്ങളെ അതിക്രമിച്ചാൽ പിന്നെ കർമ്മം ഗുണങ്ങളുടെ പിടിയിലല്ല. ഗുണങ്ങളില്ല. ഗുണാതീതൻ. പിന്നെ അവൻ ശരീരമില്ല. ശരീരമുണ്ടെന്ന് അവന് ബോധമില്ല. ശരീരം ബോധത്തിലായിരിക്കുന്നത്, അല്ലാതെ ശരീരങ്ങളില്ല. ശരീരം ഇരിക്കുന്നത് അത്രയും ബോധത്തിലാണ്. ബോധത്തിന് വെളിയിൽ ശരീരമില്ല. അവന്റെ ബോധത്തിൽ പിന്നെ ശരീരമില്ല. അതുകൊണ്ട് അവന്റെ കർമ്മങ്ങളെ ഗുണങ്ങൾ നിയന്ത്രിക്കുന്നുമില്ല. അവന് കർമ്മങ്ങളും ബോധത്തിലില്ല. ബോധത്തിൽ എന്നുവരെ കർമ്മമുണ്ടോ അന്നുവരെ അത് ഗുണങ്ങളാൽ നിയന്ത്രിതമാണ്. അവൻ അവശനുമാണ്. അതുകൊണ്ട് അർജുന, നീ ഗുണാതീതനാക്. ഗുണാതീതനാകാനാണ് ഉപദേശമെങ്കിൽ കർമ്മം ചെയ്യാനല്ല ഉപദേശം. കർമ്മം ചെയ്യാതിരിക്കാനാണ് ഉപദേശമെങ്കിൽ യുദ്ധത്തിനല്ല ഉപദേശം. ഇത്രയും സിമ്പിളാണ് സാർ. സമയം എന്തായി? അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകം എടുക്കാൻ നേരമുണ്ട്, തീർക്കാനില്ലെങ്കിലും. അതുകൊണ്ട് വളരെ ഉറപ്പിച്ചാണ് ഭഗവാൻ പറയുന്നത്. കർമ്മമേഖല ഇതാണ്. ഭഗവാന്റെ ഉപദേശത്തിൽ ഒരിടത്തു പോലും കർമ്മത്തിന്റെ വഴിയിലല്ല എന്നുള്ളതിന് തെളിവാണ് 45-ാം ശ്ലോകം. അർജുന, നീ ഗുണാതീതനാക്. ഇവിടെ ഗുണങ്ങളിലാണ് കർമ്മം. അപ്പൊ നീ കർമ്മത്തെയും അതിക്രമിക്കൂ എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ കർമ്മത്തിന്റെ സൂക്ഷ്മപ്രഭാവവും സ്ഥൂലപ്രഭാവവും എന്താണ്? അടുത്ത 2 ശ്ലോകങ്ങൾ നമുക്കതിന് ഒന്നിച്ച് പഠിക്കാം. 6ഉം 7ഉം ചൊല്ലിക്കും. കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസസ്മരാൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗച്യതേ യത്തേന്ദ്രിയാണി മനസാ നിയമ്യാരഭതർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ വിശിഷ്യതേ. 2 തലങ്ങളാ പറയുന്നത്. ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കില്ല. ഇന്ദ്രിയ തലങ്ങളിലും മനസ്സിന്റെ തലങ്ങളിലും കർമ്മമുണ്ട്. ആ കർമ്മത്തെ നിയന്ത്രിക്കുന്നത് ഗുണങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കർമ്മമുണ്ടെങ്കിൽ അത് 2 തലത്തിലാണ്. ഒന്ന്, ലോകദൃഷ്ടിയിലും തന്റെ ദൃഷ്ടിയിലും കർമ്മം ചെയ്യുന്നവർ. ലോകദൃഷ്ടിയിൽ കർമ്മം ചെയ്യാതിരിക്കുകയും
താൻ മാത്രം കർമ്മം ചെയ്യുന്നത് അറിയുകയും ചെയ്യുന്നവർ, താൻ അറിയുമ്പോഴും കർമ്മം ചെയ്യുന്നില്ല എന്ന് അന്യരുടെ മുമ്പിൽ ഭാവിക്കുന്നവർ, ഇങ്ങനെ രണ്ട് തരക്കാരുണ്ട്. ഈ ശ്ലോകമാണ് യുദ്ധത്തിന്റെ അനുമതിയായി പലരും ചൂണ്ടിക്കാണിച്ചത്. അത് അനുമതിയല്ല, അതിനെ ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്ന പ്രസ്താവമാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ ശ്ലോകത്തിന്റെ തുടർച്ചയായി യാതൊരുവനാണോ, അതായത് കർമ്മേന്ദ്രിയാണി സംയമ്യ യഹ, യഹ കർമ്മേന്ദ്രിയാണി സംയമ്യ, യാതൊരുവൻ കർമ്മേന്ദ്രിയങ്ങളെ സംയമിപ്പിച്ചിട്ട്, കർമ്മേന്ദ്രിയങ്ങൾ കയ്യ്, കാല്, ഉപസ്ഥം, വായു തുടങ്ങിയവ, അവ കർമ്മേന്ദ്രിയങ്ങളെന്ന് പറയും. കയ്യും കാലും വാക്കും മൂത്ര ഇന്ദ്രിയവും ഉൽപാദനേന്ദ്രിയവും അടങ്ങുന്ന ലോകം, അവയെ കർമ്മേന്ദ്രിയങ്ങളെന്നാണ് പറയുക. മലമൂത്രാദികളെ വിസർജിക്കുകയും, അതായത് വിസർജനേന്ദ്രിയങ്ങൾ, അതുപോലെ തന്നെ ഉൽപാദനേന്ദ്രിയം, അതുപോലെ തന്നെ കയ്യ് കാല്, അതുപോലെ തന്നെ വാക്ക്, അങ്ങനെയുള്ള 5 കർമ്മേന്ദ്രിയങ്ങൾ ഒരുവന്റെ പ്രവർത്തിക്കുന്നില്ല, അവൻ അതിനെ അടക്കി. ലോകദൃഷ്ടിയിൽ ഏറ്റവും മര്യാദക്കാരനാണ്. അത് അടങ്ങിയിരിക്കും, കുഴപ്പമൊന്നുമില്ലാതിരിക്കും, യാതൊരു ശല്യമില്ലാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കും. ഇന്ദ്രിയങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ യാത്ര ചെയ്യുന്നില്ല എന്ന് ആലസ്യം കൊണ്ട് തീരുമാനിച്ചൊരുത്തൻ കിടക്കുകയാണ്. യാത്ര ചെയ്യുന്നില്ലെങ്കിൽ കാല് പ്രവർത്തിക്കുന്നില്ല, കട്ടിലിൽ കിടക്കുകയാണ്. ഒരുവൻ കൈ കൊണ്ട് യാതൊന്നും എടുക്കുന്നില്ല, അപ്പോൾ കൈ പ്രവർത്തിക്കുന്നില്ല. ഒരുവൻ കർമ്മേന്ദ്രിയ വ്യാപാരത്തിൽ മലമൂത്രാദികളൊന്നും ആ ഇന്ദ്രിയങ്ങളെ ഒന്നും പ്രവർത്തിപ്പിക്കുന്നില്ല. ഒരുവൻ ലോകദൃഷ്ടിയിൽ ബ്രഹ്മചാരിയായിട്ടിരിക്കുകയാണ്, ഉൽപാദനേന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. വാക്ക് ആരോടും പറയുന്നില്ല, മൗനമാണ്. ഇപ്പൊ കർമ്മേന്ദ്രിയത്തെ മുഴുവൻ അടക്കി. മനസ്സുകൊണ്ട് ഇതെല്ലാം സങ്കല്പിച്ചു കൂട്ടുകയാണ്. കിടന്നിടത്ത് കിടന്നു മനസ്സ് സങ്കല്പിക്കുകയാണ്. യാത്ര ചെയ്യുന്നില്ല, യാത്രയെപ്പറ്റി സങ്കല്പിക്കുകയാണ്. യാതൊരുവനാണോ അങ്ങനെ ചെയ്യുന്നത്? രാമകൃഷ്ണദേവൻ ഒരു ഉദാഹരണം പറയും. ഒരു സ്വാമിജിയുടെ ആശ്രമവും അതിൻ്റെ തൊട്ടടുത്തപ്പുറത്തൊരു വേശ്യയുടെ കുടിലുമുണ്ട്. ഒരാളങ്ങോട്ട് പോകുമ്പോൾ സ്വാമി ഒരു കല്ലെടുത്ത് വെക്കും, അടുത്തയാൾ പോയി ചെല്ലുമ്പോൾ വീണ്ടും ഒരു കല്ലെടുത്ത് വെക്കും. പിന്നെ ആൾ പോകുമ്പോൾ ഇങ്ങനെ ഉറക്കളച്ചിരുന്ന് സ്വാമി പോകുന്ന ആളുകളെ നോക്കി കല്ല് പെറുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും മരിച്ചു കഴിഞ്ഞ് അവിടെ ചെന്നപ്പം സ്വാമിക്ക് നരകവും അവർക്ക് സ്വർഗവും കിട്ടും. സ്വാമി വാദിച്ചു കാലനുമായിട്ട്, എന്ത് മര്യാദയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവള് കർമ്മേന്ദ്രിയത്തെ അടക്കിയില്ല, മനസ്സിനെ അടക്കിയിരുന്നു. യാതൊരു വൈകാരിക തലവും അവൾക്കുണ്ടായിരുന്നില്ല. നിങ്ങൾ കർമ്മേന്ദ്രിയങ്ങളെ അടക്കിയിരുന്നു. നിങ്ങൾക്ക് മാനസിക തലത്തിൽ നിങ്ങൾ അവൾ ചെയ്ത കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ആ കല്ല് പെറുക്കി വെച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സാധനം തന്നിരിക്കുന്നത്, ഈ നരകം. അപ്പൊ യാതൊരുവനാണോ കർമ്മേന്ദ്രിയങ്ങളെ അടക്കി പിടിച്ച് മനസ്സുകൊണ്ട് കർമ്മത്തെ ചെയ്യുന്നത്. മതങ്ങൾ അനുശാസിക്കുന്ന ഉപവാസങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ട്. ഏകാദശി നോക്കും, വല്യമ്മമാരെ നോക്കിയാൽ മതി, ഒന്നും കഴിച്ചു, രാവിലെ 2 കരിക്കടിച്ച് ഇരിക്കാം. പക്ഷേ ആളുകളോട് പറയുന്നത് ഇന്നൊന്നും കഴിച്ചില്ല, ഉപവാസമാണ്. മനസ്സിങ്ങനെ ആഹാരത്തിന്റെ അടുത്തിരിക്കുകയാണ്. ഉഭയവാസ, ആഹാരത്തിന്റെ തൊട്ടടുത്ത്. മനസ്സ് ആഹാരത്തിന്റെ അടുത്തിരിക്കുമ്പോഴാണ് ഒന്നും കഴിച്ചില്ല എന്നിങ്ങനെ തോന്നുന്നത്. ആ തോന്നലിങ്ങനെ ശക്തമാണ്. ഇന്നൊന്നും കഴിച്ചില്ല, ഉപവാസമാണ്.
അപ്പൊ ഉപവാസമാണെന്ന് പറയുമ്പോഴൊക്കെ കഴിച്ചില്ല എന്നുള്ള തോന്നലുണ്ട്, കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ചോറുണ്ടില്ലെന്നേ ഉള്ളൂ, കരിക്ക് കുടിച്ചു 2 ഉച്ചയായപ്പോഴേക്ക് ഗോതമ്പ് കഞ്ഞി കുടിച്ചു, എന്നിട്ടും പറയും ഒന്നും കഴിച്ചില്ല. ശരിയല്ല. രാത്രിയാകുമ്പോൾ റവ പാലിൽ കാച്ചി ഒരു ഇടങ്ങഴി പിടിപ്പിച്ചു, എന്നിട്ട് പറഞ്ഞു ഒന്നും കഴിച്ചില്ല. രാവിലെ എന്നിട്ട് കനകൻ ടീച്ചറും സെറ്റും കൂടി ഏകാശിയും കഴിഞ്ഞ് പാരണ വിടാനായിട്ട് അമ്പലത്തിലേക്ക് ഓടുകയാണ്, വിഷ്ണുവിന്റെ അമ്പലത്തിലേക്ക് ഓടുകയാണ്. ആദ്യം പാരണ വീടിയിട്ട് വന്നിട്ട് മക്കളെ ദോശ കട്ടിയിലുണ്ടാക്കിയേക്കണം, ഇന്നലെ ഒന്നും കഴിച്ചതല്ല. ശരിയല്ല. ഇതാണ് ഉപവാസ, ഉപവാസം. ഭഗവാന്റെ അടുത്തല്ല, ആഹാരത്തിന്റെ അടുത്ത്. ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഈ ഉപവാസമാണ് നടത്തുന്നത്. നോയമ്പ് വീടലിനും മറ്റും 4 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു ഹോട്ടലിൽ ഒരു വെള്ളം കിട്ടില്ല. കാരണം വെച്ചാൽ ഈ പകല് മുഴുവൻ പിടിച്ചു നിന്നതിന്റെ ആ ഒരു തിരത്തള്ളലാണ്. പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പിടിപ്പീരാണ്. ശരിയല്ല. കണ്ടിട്ടില്ല? ഭയങ്കര തിരക്കായി. കാരണം എന്താ വെച്ചാൽ ഉള്ളതെല്ലാം തിന്നും. അവസാനം അവിടെയുള്ള ഈ എന്താ പറയുക, ചെറിയ ചെറിയ കുപ്പിയും ഗ്ലാസ്സും ഒക്കെ ചിലപ്പോൾ അകത്തുള്ളൂ. അത്രയ്ക്ക് ആർത്തിയാണ്. ഇതിന് കാരണം ഇതാണ്. ഉപവാസം ഇതല്ല. ഉപവാസം ദൈവത്തിന്റെ അടുത്തിരിക്കുക എന്നാണ്. അപ്പോൾ ആഹാരം മറന്നുപോവുക എന്നുള്ളതാണ്. ഏറ്റവും ആനന്ദപ്രദമായ ഒരു കാര്യത്തിന് മനസ്സിനെ വയ്ക്കുമ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം അത്തരം കർമ്മങ്ങളെ മറന്നുപോവുക എന്നുള്ളതാണ് ആവശ്യം. അതിനുള്ളതാ ഉപവാസം. ഒരാർത്തി അപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യാമെങ്കിലേ ഇത് ചെയ്യാവൂ. ആരെങ്കിലും ചെയ്യുന്ന കണ്ടൊന്നും ചെയ്യരുത്. മഹാന്മാരായ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മഹാനല്ല, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഉടനെ ആവില്ല. പതുക്കെ ചെയ്താൽ മതി, തിരക്കൊന്നുമില്ല. നിങ്ങൾ ചെയ്തതുകൊണ്ട് ഒടേതമ്പുരാനൊന്നും കിട്ടാനില്ല. നിങ്ങൾ നോയമ്പ് നോക്കിയത് കൊണ്ട് കൃഷ്ണനോ രാമനോ പടച്ചോനോ ഒന്നും കിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് പുണ്യത്തിനാണ്. നിങ്ങളിപ്പം മതങ്ങളെല്ലാം കൂടിയിട്ട് ദൈവത്തെ വളർത്തുകയാണ്. നിങ്ങൾ നോയമ്പ് നോറ്റില്ലെങ്കിൽ ദൈവം നാളെ ഉണ്ടാവില്ലെന്നാണ് നിങ്ങളുടെ ധാരണ. ശരിയല്ല, ശരിയല്ല. വലിയ അമ്പലങ്ങളും പള്ളികളും ബഹളങ്ങളും ഒക്കെ വെച്ച് ദൈവത്തെ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ സൃഷ്ടിച്ചാലുണ്ടാകുന്ന ദൈവം എത്ര വലിപ്പമുള്ളവനാണെന്ന് നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് തീരുമാനിക്കാം. പിന്നെ കാണുന്നവൻ നിങ്ങളുടെ സ്വഭാവത്തിലാണ് ദൈവത്തെയും കാണുന്നത്. മനസ്സിലായില്ല? ദൈവാനുഭവങ്ങൾ ഉണ്ടായിരുന്ന പ്രവാചകന്മാരുടെയും ഉന്നതന്മാരുടെയും ആ തലങ്ങളിലേക്ക് ഉയരാതെ നിങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവങ്ങൾക്ക് നിങ്ങളുടെ കൊള്ളിക്കരുതാഴികളൊക്കെ ഉണ്ടെന്ന് ആർക്കാ അറിയില്ലാത്തത്? എന്താ ടീച്ചറെ, ശരിയല്ലേ? ടീച്ചറും ഞാനുമൊക്കെ ഇത് ദൈവമാണെന്ന് പറഞ്ഞ ആളുകളെ പരിചയപ്പെടുത്തിയാൽ എന്റെയും ടീച്ചറിന്റെയും സ്വഭാവത്തിലായി ദൈവം എന്ന് കേൾക്കുന്നവനും പൂർണ്ണമായിട്ട് മനസ്സിലാവില്ലേ? ഓ, ഇയാളുണ്ടാക്കിയ ദൈവമാണ്. ശരിയല്ല? അപ്പൊ ആ ദൈവത്തെ ആരെങ്കിലും കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞാണ് അടുത്ത എന്റെ പ്രസ്താവന. ശരിയല്ല? ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി ഞങ്ങളുടെ ദൈവത്തെ കല്ലെറിഞ്ഞിരിക്കുന്നു. ജനങ്ങളെറിഞ്ഞത് ദൈവത്തെയല്ല, ഞാനുണ്ടാക്കിയ ബൊമ്മയ്ക്കാ കല്ലെറിഞ്ഞത്. എന്റെ സ്വഭാവമൊക്കെ അതിനുള്ളതുകൊണ്ടാണ് ജനം കല്ലെറിഞ്ഞ്. എന്നെ കണ്ടിട്ടാ കല്ലെറിഞ്ഞ്. ഞാൻ ഒരു ദൈവത്തിന്റെ പടമൊക്കെ പിടിച്ച് വഴിയെ പോകുന്ന സമയത്ത് ഇതുവരെയുള്ള കൊള്ളിക്കരുതാഴിക മുഴുവൻ ഞാൻ കാണിച്ചത് ജനങ്ങൾക്കറിയാം. ആ ജനങ്ങൾ എന്നെ കണ്ടു പുറകിൽ എന്റെ തല കണ്ടുകൊണ്ട് കല്ലെടുത്തെറിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പൊക്കി പിടിച്ചു തലയെ കൊള്ളാതിരിക്കും. അപ്പൊ ദൈവത്തിന് കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്ത ജാഥയും ഹർത്താലുമായി. കാരണം ദൈവത്തെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞു. അവരെറിഞ്ഞത് ദൈവത്തെ ഒന്നുമല്ല, എന്നെ എറിഞ്ഞതാണ്. ദൈവത്തെ ഞാൻ തടസ്സമായിട്ട് പിടിച്ചതാണ്. തള്ളക്കിട്ടൊരു തല്ല് വരുമ്പോൾ തടുക്കും ബോഷി എന്ന മട്ടില്. മനസ്സിലായില്ല? ഇതൊന്നും നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചറിന്റെ ചിരി കണ്ടിട്ട് അപ്പൊ ഇതാണ് ഈ ലോകത്ത് കാണുന്നത് മുഴുവൻ. നമ്മുടെ എല്ലാ സ്വഭാവവും ഇതിനുണ്ടാവും. അങ്ങനെ ചെയ്യേണ്ടതല്ല. ഇന്ദ്രിയങ്ങളെ അടക്കി പിടിച്ചു കഴിഞ്ഞാൽ മനസ്സ് വ്യാപരിക്കുന്നു നോക്കണം. അത് നോക്കിയാൽ മതി. ഒരു ദൃശ്യത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. കണ്ണൊന്ന് വലിച്ചു നോക്കിയേ. ഒരു ശബ്ദം കേട്ടിടത്തേക്ക് ചെവി ശബ്ദം പറ്റിയിട്ട് ആ ചെവിയെ ഒന്ന് പിൻവലിച്ചു നോക്കിയേ. അനായാസമായി പോയി ഒരിടത്തിരിക്കാവോന്ന് നോക്കിയേ. അപ്പുറത്തൊരു ശബ്ദം കേട്ടു. പൂർവികമായി ആ ശബ്ദം നമ്മെ ബാധിക്കുന്നതാണെന്ന് തോന്നുന്ന ഒരു അനുസ്മരണവും ഉണ്ടായി. അങ്ങോട്ട് പോകാനൊരു വെമ്പലുണ്ടായി. കുറച്ചു ദൂരം നടന്നപ്പോ സ്വാമിമാര് ചെല്ലേണ്ട സ്ഥലമല്ല,
സ്വാമിക്ക് പറ്റിയ സ്ഥലമല്ല ശബ്ദം കേട്ടിട്ട്, എന്നാലും അതെന്താണെന്ന് അറിയണം. അപ്പൊ സെക്രട്ടറിയെ വിളിച്ചു, ഇടോ ഓടിച്ചല്ല എന്താണെന്ന് നോക്കാം, വേഗം റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴപ്പോ എനിക്ക് ഫോണിൽ കൂടെ വിവരം തരണം. ഞാനവിടെ വന്ന് നിൽക്കുന്നത് അത്ര ശരിയല്ല. ഞാനവിടെ പോയി ആശ്രമത്തിൽ മുറിയൊക്കെ അടച്ച് അവിടെ ഇരിക്കും. താൻ വിവരങ്ങൾ മൊബൈൽ ഫോണിലൂടെ തന്നുകൊണ്ടിരുന്നാൽ മതി. മനസ്സിലായില്ല? അപ്പൊ ഞാൻ രംഗത്തുണ്ടോ ജനങ്ങളുടെ ദൃഷ്ടിയിൽ? സ്വാമി സാത്വികൻ, പരമശി, 24 മണിക്കൂറും ധ്യാനിക്കും. അദ്ദേഹം ഒന്നും ചെയ്യില്ല, ഒന്നും അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ അറിയും, മൊബൈലുള്ളതുകൊണ്ട്, ശിങ്കിടി അവിടെ ഉള്ളതുകൊണ്ട്. ഇതൊക്കെ കണ്ട് നമസ്കരിക്കാൻ കുറെ പെണ്ണുങ്ങൾ, വേറെ പണിയില്ലാത്തതുകൊണ്ട്. പെണ്ണുങ്ങൾ പോയാൽ പിന്നെ പുറകെ പുരുഷന്മാരെത്താതിരിക്കും. അതിന് വേറെ പറയേണ്ട കാര്യമല്ലോ. അതിന് പുരുഷന്റെ കാര്യം പിന്നെ വേറെ പറയണോ? കാരണം പുരുഷന്മാര് തന്നെ ഇല്ല. പുരുഷന്മാരെന്നൊരു വർഗം ഇപ്പൊ ഇല്ല. സ്ത്രീകൾ പോകുന്ന കൂട്ടത്തിൽ പിന്നെ പുറകെ പോകുന്നൊക്കെ ഒരുമാതിരി ചാന്ത് പൊട്ട്. ശരിയല്ല. ഞാനുള്ള സത്യം പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എന്തോ ചെയ്യാൻ? ശരിയല്ലേ? കാണുന്നത് അങ്ങനെയല്ലേ? പിന്നെ ഞാനൊന്ന് അങ്ങോട്ട് പോവാ, എന്നെ കൂട്ടാനങ്ങ് വന്നേക്കണം കേട്ടോ. എന്തിനാ കൂട്ടാനായിട്ട്? ഞാനും കൂടെ വന്നേക്കാം. അങ്ങനെയല്ല. ചിലരൊക്കെ അറിഞ്ഞ് ചിരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്തി നോക്കുകയൊക്കെ ചെയ്യുന്നു. ഇത് പറയിപ്പിക്കാനാണോ എന്നെ കൂട്ടിക്കൊണ്ടെന്ന് ഇവിടെ ഇരിക്കുക? ഇനി അതിനുള്ളതല്ല, അവിടെ ചെല്ലുമ്പോ 2 കൂടുതൽ. ഇയാള് കൂട്ടിക്കൊണ്ടെന്ന് ഇവിടെ ഇരുത്തത് താഴെങ്ങാണ്ട് രോഗത്തിന് ചികിത്സിക്കാനോട്ട് കൊണ്ടുവന്നതാ. ആ കൂട്ടത്തിൽ ഇതുകൂടെ ഒന്ന് കേട്ട് കളയാമെന്ന് വിചാരിച്ചു കൊണ്ടിരുത്തിയതാണ്. അപ്പൊ നീയും അവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ഞാൻ വെച്ചിട്ടുണ്ട് തനിക്ക് എന്നാ മറ്റുള്ള 1-2 നോട്ടം ഞാൻ കണ്ടു. ആ നോട്ടം വളരെ ശക്തമാണ്. അപ്പൊ ഈ ലോകമാകെ ഇങ്ങനെയാണ്, ഇതിന്റെ പോക്കെ ഇങ്ങനെയാണ്. അപ്പൊ യാതൊരുവനാണോ ഇന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ അടക്കി പിടിച്ചിട്ട് മനസ്സുകൊണ്ട് കർമ്മത്തെ ചെയ്യുന്നത്, അതൊരു വർഗം. യാതൊരുവൻ മനസ്സിനെ, ജ്ഞാനേന്ദ്രിയങ്ങളെ അടക്കിയിട്ട്, യസ്തിന്ദ്രിയാണി മനസാ നിയമ്യ, ജ്ഞാനേന്ദ്രിയങ്ങളെയെല്ലാം മനസ്സുകൊണ്ട് അടക്കിയിട്ട് കർമ്മേന്ദ്രിയ, ഈ കർമ്മയോഗം, യാതൊരുവനാണോ യാതു ഇന്ദ്രിയാണി മനസാ നിയമ്യ കർമ്മേന്ദ്രിയ കർമ്മയോഗം ആരഭതേ അനുഷ്ഠിക്കുന്നുവോ, അവൻ ഹേ അർജുന വിശിഷ്യതേ വിശിഷ്ടനായി ഭവിക്കുന്നു. കർമ്മമെടുത്ത് പഠിച്ചാൽ കർമ്മത്തിന് 2 തലമാണ്. ഒന്ന്, ജ്ഞാനേന്ദ്രിയങ്ങളെ തുറന്നുവിട്ട് മനസ്സും ബുദ്ധിയും ചേർന്ന് സങ്കല്പലോകങ്ങളിൽ കർമ്മം ചെയ്യുകയും കർമ്മേന്ദ്രിയങ്ങളെ അടക്കി പിടിക്കുകയും ചെയ്യുന്നവൻ. അവൻ മൂഢനാണ്. യാതൊരുവൻ ജ്ഞാനേന്ദ്രിയങ്ങളെയെല്ലാം മനസ്സുകൊണ്ടടക്കിയിട്ട് കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യ കർമ്മങ്ങൾ നിർമായമനുഷ്ഠിക്കുന്നു, അവൻ വിശിഷ്ടൻ. ആർക്കാ കൂടുതൽ പൈസ കിട്ടുക ആധുനിക ലോകത്ത്? ആധുനിക ലോകത്ത് ഈ മൂഢന് പൈസ കിട്ടുവോ വിശിഷ്ടന് കിട്ടുവോ? എന്താ കാരണം? എല്ലാ സൂപ്പർവൈസറും ഈ മൂഢനാണ്. എല്ലാ സൂപ്പർവൈസറും ഈ മൂഢനാണ്. സൂപ്പർവൈസറി കേഡർ എന്ന് പറഞ്ഞാൽ ഈ മൂഢത്വത്തിലേക്കുള്ള പോക്കാണ്. മനസ്സിലാവില്ല.
സൂപ്പർവൈസർ കർമ്മേന്ദ്രിയത്തെയൊക്കെ അടക്കി പിടിച്ചിരിക്കുകയാണ്. സങ്കല്പ ലോകങ്ങളിലാണ് അയാൾ വിചരിക്കുന്നത്. ശരിയല്ല. അതിൽ രസമുണ്ടാവും. ചില ഈ ആളുകൾ ഒരു പണിക്കാരനെ നിർത്തിയിട്ട് കുഴിയെടുക്കണ അളവൊക്കെ കൊടുക്കും. അപ്പൊ അവൻ കുഴിയങ്ങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, കെട്ടുകാണെ കല്ലങ്ങ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെന്ന് കുറ്റം പറയാൻ നേരത്ത് സാറേ ഒന്ന് കെട്ടി കാണിച്ചാന്ന് പറഞ്ഞ് ഈ സാധനം കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില തൂമ്പയൊക്കെ മേടിച്ചിട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ചെയ്യാനായിട്ട് തുടങ്ങി കുഴി കുത്താൻ തുടങ്ങും, തൂമ്പ പിടിക്കാൻ പോലും അറിയില്ല. എടാ അങ്ങനെയല്ല കുത്തണ്ട, ഇങ്ങ് കൊണ്ടോ, ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. ചെയ്യാൻ തുടങ്ങും. അപ്പൊ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ടാണ് തൂമ്പ പിടിക്കുന്നത്. ഇതുവരെ വേറെ പണികളാണ് വല്ലതും ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു റിട്ടയർമെന്റ് കാലത്ത് കുറച്ച് ചീരയും വാഴയും ഒക്കെ വെക്കണമെന്ന് തോന്നി. അപ്പൊ അതൊക്കെ വെക്കാൻ എന്താടാ നീച്ചിരിക്കും, ഞാൻ ചീരയും വാഴയും നോക്കി ഇതേ പറഞ്ഞുള്ളൂ. ഇപ്പൊ ഇവരെല്ലാം മനസ്സിലാക്കിയില്ലേ ഞാൻ ഇന്നലെ നിന്റെ വീട്ടിൽ വന്നു. വല്ല ആവശ്യമുണ്ട്. പറമ്പൊരു ശാലമുണ്ട്, അത് ഒരുക്കി. അപ്പോൾ ഒരുക്കി ചീരയും വാഴയൊക്കെ വെച്ച് ഒരു നല്ല കൃഷിക്കാരനാകണമെന്നൊക്കെ തീരുമാനിച്ചു. ഉത്തമ വൃത്തി. ഇതുവരെയുള്ളതൊക്കെ കച്ചവട വൃത്തിയായിരുന്നു. അപ്പൊ ഈ ഉത്തമ വൃത്തിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു 2 പണിക്കാരെയും വിളിച്ചു, അമ്മമാർക്ക് തൂമ്പയും കൊടുത്തു. അവര് കുഴികുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നന്നായിട്ട് അറിയാം ഈ പണി. അവർ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്ന് ഉദ്ദേശിച്ചിടത്തോളം ആയില്ല. 1/2 ഏക്കറുണ്ട്. 1/2 ഏക്കർ മുഴുവൻ ഇവര് ഉച്ചവരെയുള്ള സമയം കൊണ്ട് കളച്ചില്ല. ആ കാശ് കൂട്ടി നോക്കിയപ്പോൾ 250 രൂപ ഒരു ദിവസത്തെ കൂലി. 250 രൂപ വെച്ച് ഉച്ചയായപ്പോഴത്തേക്ക് 2 പേരെ കൊണ്ട് തീർന്നില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 500 രൂപ എണ്ണി കൊടുക്കണം. 500 രൂപ വെച്ച് നോക്കിയാൽ ചീര പോയി കടയിൽ നിന്ന് വാങ്ങിക്കാൻ നല്ലത്. ആകെ കാൽക്കുലേറ്റ് ചെയ്തു. കാരണം ഈ എക്കണോമി കാൽക്കുലേറ്റ് ചെയ്യല്ലോ. കാരണം വെച്ചാൽ എഫിസിറ്റി അല്ലേ. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ഉടനെ തന്നെ അരിച്ചു കുണിച്ച് പ്ലാനും പദ്ധതിയൊക്കെ ഒരു പ്ലാനിങ് ഇതുണ്ടല്ലോ. ഭാര്യയും ഭർത്താവും 2 പേരും അവിടെ ആയിരുന്നില്ലേ. അപ്പൊ 2 പേരും കൂടെ കൂടി ഇരുന്ന് പതുക്കെ അരിച്ചു കുണിച്ച് നോക്കി. ചീരയുടെ വില ഇത്ര, അത് കൊണ്ടുവന്നാൽ ഇത്ര, അതാണ് നല്ല ചീര. തൃപ്പൂണിത്തറ കിട്ടുന്നത് നല്ല ചീരയാണ്, തടിച്ചതാ, അത് FACTയുടെ യൂറിയ തന്നെ ഇട്ടുണ്ടാക്കിയതാ. അപ്പൊ അതൊക്കെ വളരെ കൃത്യമായിട്ട് കണക്ക് കൂട്ടി മേടിക്കാനായിട്ടുള്ള തരത്തിലിരിക്കുമ്പോഴാണ് ഇവൻ പണിതുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ നമ്മളെ കുത്തുവാളെ അടിപ്പിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഓടിച്ചെന്ന് തൂമ്പ മേടിച്ചതും. തൂമ്പ മേടിച്ച് കഴിഞ്ഞ് തൂമ്പ പിടിക്കാനറിയണ്ടേ. തൂമ്പ മുകളിലോട്ട് പൊക്കി 2 കുഴി കുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് മോക്ക് മനസ്സിലായി അച്ഛൻ നിന്ന് ഉഷ്ണിക്കുകയാണ്. കാരണം ഇവന്മാരെ കാണിച്ചു കൊടുക്കാൻ പോയ അച്ഛൻ ഇങ്ങനെ കുഴി കുത്തിയാൽ അവന്മാർ ഇതുപോലെ കുഴി കുത്തി വെച്ചാൽ ഒരു കാലത്തും ചീര നടാൻ പറ്റില്ല. അപ്പൊ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ദയനീയമായി മോളെ നോക്കിയപ്പോൾ മോള് വിളിച്ചു, അച്ഛാ ദേ ഇവിടെ ഒരാൾ വന്നിരിക്കുന്നു, സ്വാമി വന്നിരിക്കുന്നു. ഞാൻ കാണിച്ചു തരാമായിരുന്നു, പണിക്കാരനോട് പറഞ്ഞാണ് കാണിച്ചു തരായിരുന്നു. അവർ തമ്മിലൊന്ന് നോക്കി. ഇയാൾ കാണിച്ചു തന്നാൽ നമ്മൾ ഒരാഴ്ച കൊണ്ടും ചീര നടുകയിലെന്നാണ് നോക്കിയത്. ഇതിനാണ് നമ്മൾ ഇന്ന് സൂപ്പർവൈസറി കേഡർ എന്ന് പറയുന്നത്. റൈറ്റ്? ശരിയല്ലെന്ന് തോന്നുന്നു. പോയി നോക്കി നിൽക്കുക. നോക്കുകുത്തി. ഈ നോക്കുകുത്തിക്ക് കാശ് കൂടുതലാണ്. ഈ എറണാകുളത്തൊക്കെ വണ്ടിയെ വന്ന് സാധനം ഇറക്കിയാൽ അത് നോക്കിയാൽ അതിന് കാശുണ്ട്. ഇറക്കുന്നതൊക്കെ നിങ്ങൾ തന്നെ ഇറക്കിക്കോ. പക്ഷെ ഞാൻ വന്ന് നോക്കിയതിൻ്റെ കാശിന് എടുക്കും. ഇറക്കുന്നവന്റെ കാശിനേക്കാൾ കൂടുതലാണ് നോക്കുന്നവന്റെ കാശ്. റൈറ്റ്? ശരിയല്ല? എന്നാൽ നോക്കുന്നവനോട് നിങ്ങൾ ഇറക്കിക്കോ, ഇറക്കിയിട്ട് കാശ് വാങ്ങിക്കോ, അതൊന്നും പറ്റിയല്ല. നോക്കുന്നതിനുള്ള കാശായത്. ഇല്ല. മറിയോ? മാറിയോ? മാറിയിട്ടുണ്ടോ? അങ്ങനെയാണ്. ഇതാണ് പണി. അപ്പൊ നമ്മുടെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒക്കെ പോകുന്നത് മിഥ്യാചാരന്മാരെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. മിഥ്യാചാര സൗച്യതേ. യാതൊരുവനാണോ കർമ്മേന്ദ്രിയങ്ങളെ അടക്കി പിടിച്ചിട്ട് കർമ്മേന്ദ്രിയങ്ങളിൽ കർമ്മവേഗമുണ്ടാകാതെ ഇരിക്കുകയാണെങ്കിൽ അത് സുഖമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളിൽ ജ്ഞാനവേഗമുണ്ടാകാതിരിക്കുകയാണെങ്കിൽ അത് സുഖമാണ്. വേഗങ്ങളിൽ ഏതിനെ നിയന്ത്രിച്ചാലും രോഗമുണ്ടാവും. ആയുർവേദം അങ്ങനെയാ പറയാം. കർമ്മേന്ദ്രിയങ്ങളിലേക്ക് വരുന്ന കർമ്മവേഗവും
ജ്ഞാനേന്ദ്രിയങ്ങളിലേക്ക് വരുന്ന ജ്ഞാനവേഗവുമുണ്ട്. ജ്ഞാനവേഗത്തെ നിയന്ത്രിച്ചാൽ ഉത്തമം. കർമ്മേന്ദ്രിയങ്ങളിലേക്ക് വരുന്ന കർമ്മവേഗങ്ങളെ നിയന്ത്രിച്ചാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ പോലും ശിഥിലങ്ങളാവും. ജ്ഞാനേന്ദ്രിയങ്ങളിൽ ജ്ഞാനമായി കാമമായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാണ് അത് രാജസമേറ്റെടുത്ത് കർമ്മമായി കർമ്മവേഗമായി കർമ്മേന്ദ്രിയങ്ങളിലേക്ക് എത്തുന്നത്. കർമ്മേന്ദ്രിയങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതായാൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അതാണ് ജന്തുക്കളുടെ വാസനകൾക്കുള്ള പ്രത്യേകത. അവിടെ കർമ്മവേഗങ്ങളെ അവർ നിയന്ത്രിക്കുന്നില്ല. മനുഷ്യൻ കർമ്മവേഗങ്ങളെ കൂടുതൽ നിയന്ത്രിക്കുന്നു. അവന്റെ സദാചാര നിഷ്ഠകളൊക്കെ കർമ്മവേഗ നിയന്ത്രണത്തെ മാത്രം ആസ്പദമാക്കി ആയിരിക്കുകയും അത് നിയന്ത്രിക്കുന്നതിനുള്ള സുതാര്യങ്ങളായ അറിവ് അവനില്ലാതിരിക്കുകയും മനസ്സിലും ജ്ഞാനേന്ദ്രിയങ്ങളിലും വേഗങ്ങൾ ചുറ്റിക്കളിക്കുവാൻ ഇട നൽകുകയും ചെയ്യുന്നതാണ് സദാചാരമെന്നവൻ തെറ്റിദ്ധരിപ്പിക്കുന്നു. നിയമവ്യവസ്ഥയും അതിനനുഗുണമായി ഉണ്ടാക്കുന്നു. അതൊരായിരം രോഗങ്ങൾക്ക് വഴിവെക്കുന്നു. ഒരായിരം രോഗങ്ങൾക്ക്. അറിവ് കൊടുത്തിട്ട് പൗരാണികർ ചെയ്തത് അറിവില്ലാതെ നിങ്ങൾ ചെയ്യുന്നു. മനസ്സിലായില്ല? ജ്ഞാന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്യുന്നത് സ്വച്ഛന്തമായാണെന്ന് പഠിപ്പിച്ചവരാണ് പൗരാണികർ. അച്ചടക്കം ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടാണ് കുടുംബ സംവിധാനം പൗരാണികർ ഉണ്ടാക്കിയത്. മനസ്സിലായില്ല? അപ്പൊ ഇടപെടലിനൊരു സുതാര്യത ഉണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് അച്ചടക്കമില്ലാതെ വളർത്തിക്കൊണ്ടുവന്ന് സ്വപ്നങ്ങൾ അതിന്റെ പൂർണ്ണതയിലെത്തിച്ച് മുതിർന്നു കഴിഞ്ഞ് കല്യാണവും കഴിച്ച് മറ്റൊരുവനോടൊപ്പം ഭാര്യ പോകരുതെന്നും മറ്റൊരുത്തിയോടൊപ്പം ഭർത്താവ് പോകരുതെന്നും അതേസമയം കർമ്മേന്ദ്രിയങ്ങളിൽ ആ വേഗങ്ങൾ വരുമ്പോഴും സദാചാരനിഷ്ഠയിൽ നിയന്ത്രിക്കുമ്പോൾ അവനും അവളും നിത്യരോഗികളായിത്തീരുന്നു. മനസ്സിലായില്ല? നല്ല ഉദാഹരണം അതാണ്. എളുപ്പവും. എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാവുന്ന ഉദാഹരണങ്ങളിൽ ഏറ്റവും നല്ല ഉദാഹരണം അതാണ്. പാശ്ചാത്യന്റെ ജീവിത മാതൃകകൾ പിന്തുടരുമ്പോൾ പാശ്ചാത്യന്റെ രീതികൾ നിങ്ങൾക്ക് പിന്തുടരാൻ ഈ രാജ്യത്ത് പറ്റില്ല. പാശ്ചാത്യൻ ഇന്ന് രാവിലെ വിവാഹം കഴിച്ചു, കൂടെ ജീവിച്ചു, 2 ആഴ്ചത്തെ ജീവിതം കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, ഡൈവോഴ്സ് ചെയ്തു, അടുത്ത ആളിന്റെ കൂടെ ജീവിച്ചു. അവർക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. പറ്റുമോ? പോകാതിരിക്കുമ്പോഴും മനസ്സിനെ അങ്ങനെ പോകാതെ വിടാതെ മര്യാദയ്ക്ക് നിർത്താനുള്ള വിദ്യാഭ്യാസം മതങ്ങളോ ജാതികളോ വർഗങ്ങളോ വർണ്ണങ്ങളോ വീട്ടുകാരോ പൂർവികരോ ഇന്ന് തരുന്നുണ്ടോ? അപ്പം മനസ്സ് ആ ലോകത്തെല്ലാം ചരിച്ചുകൊണ്ടിരിക്കും. മനസ്സ് ആ ലോകത്ത് ചരിക്കുകയും ഇന്ദ്രിയങ്ങളെ മര്യാദയ്ക്കാക്കാൻ അടക്കിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ അവനെ സദാചാരനിഷ്ഠനെന്ന് ലോകം വാഴ്ത്തുമ്പോൾ അവൻ നിത്യരോഗിയായിത്തീരുന്നു. മനസ്സിലായില്ല? മറിച്ച് ആദ്യം സദാചാരനിഷ്ഠയിൽ ജീവിച്ച് അത്തരം വൈകാരികങ്ങളായ അസന്തുലിതാവസ്ഥകൾ ഇല്ലാതായി ഇന്ദ്രിയങ്ങളിൽ ആ വേഗങ്ങൾ വരാതെ മര്യാദയ്ക്കിരിക്കണം. വേഗങ്ങൾ ഉണ്ടായാൽ അവയെ ഒന്നും നിയന്ത്രിക്കരുത്. തുമ്മുന്നതൊരു വേഗമാണ്, മൂത്രം ഒഴിക്കുന്നതൊരു വേഗമാണ്, മലം വിസർജിക്കുന്നതൊരു വേഗമാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അടക്കി പിടിച്ചൊന്നും ഇരിക്കരുത്. 1000 രോഗങ്ങളുണ്ടാവും, സമ്മർദ്ദങ്ങളുണ്ടാവും. ആർത്തവവും ശുക്ലവിസർജനവും ഒക്കെ വേഗങ്ങളാണ്. ഈ വേഗങ്ങളെയൊക്കെ നിയന്ത്രിച്ചാൽ രോഗങ്ങളുണ്ടാവും. അതാണ് ഭാരതീയർക്ക് ഇത്രയധികം രോഗം വരുന്നത്. ഇപ്പം പഴയ കാലത്തില്ലാത്തത് സമയം. അതുകൊണ്ട് ആകെ ചെയ്യേണ്ടത് ഇതാണ്.
അപ്പൊ നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ കർമ്മേന്ദ്രിയങ്ങളെ അല്ല സംയമിപ്പിക്കേണ്ടത്. കർമ്മേന്ദ്രിയങ്ങൾ വഴുതിക്ക് വരികയാണ് വേണ്ടത്. അതിനുള്ള സമന്വയം ആണ് കൃഷ്ണൻ വർണ്ണിക്കുന്നത്. ഇത് സമഗ്രമായി പഠിച്ചാൽ, ഈ 3-ാം അധ്യായം ശരിയായി പഠിച്ചാൽ, 2-ാം അധ്യായം ശരിയായി പഠിച്ചാൽ ഗീത മുഴുവൻ തീർന്നു. അത് പഠിക്കാത്തതുകൊണ്ട് നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് കയറി. 3-ാം അധ്യായം സമഗ്രമായി പഠിച്ചാൽ ഗീത മുഴുവൻ മനസ്സിലായി. ഇപ്പം നിർത്താം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഹരി ഓം.